കേട്ടിട്ടുള്ള ഒരു കഥ പറഞ്ഞു തുടങ്ങാം. നെഹ്റുവിന്റെ ഭരണകാലത്ത് രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ദിവ്യൻ അദ്ദേഹത്തെ കാണുവാനായി പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തി. ഈ ദിവ്യന്റെ അത്ഭുത പ്രവൃത്തികളിൽ ആകൃഷ്ടനായ നെഹ്റുവിന്റെ സെക്രട്ടറി നെഹ്റുവിനോട് ഇങ്ങനെ പറഞ്ഞു: അന്തരീക്ഷത്തിൽ നിന്നും ലഡുവും ജിലേബിയും വിഭൂതിയും മറ്റും സൃഷ്ടിക്കുന്ന മഹാത്മാവാണ് അദ്ദേഹം. നെഹ്റു പറഞ്ഞു: തീർച്ചയായും ഞാൻ അദ്ദേഹത്തെ കാണാം. ആ മൈതാനത്തിലേക്ക് മാറി നിന്ന് അരിയും ഗോതമ്പും അന്തരീക്ഷത്തിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കാൻ പറയൂ. എന്റെ രാജ്യത്തെ ദരിദ്രർക്ക് അതൊരു അനുഗ്രഹമാകുമല്ലോ. ജവഹർലാൽ നെഹ്റു എന്നൊരാൾ ഈ രാജ്യത്ത് ജീവിച്ചിരുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കളെ ഓർമ്മിപ്പിച്ചുവെന്ന് മാത്രം. ഇനി ഈ അടുത്ത ദിവസം കണ്ട മറ്റൊരു വാർത്തയിലേക്ക്. രാജ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞെട്ടലോടെ ചർച്ച ചെയ്ത ഹാത്രാസ് ദുരന്തം. 121 പേർ മരിച്ച ദുരന്തമുണ്ടായത് ആൾദൈവം ഭോലെ ബാബ ചവിട്ടിയ മണ്ണ് ശേഖരിക്കാനുള്ള തത്രപ്പാടിനിടെ. ആൾദൈവത്തിന്റെ കാലിന് ചുവട്ടിലുള്ള മണ്ണ് എല്ലാ ദുരിതങ്ങൾക്കുമുള്ള സൗഖ്യമാകുമെന്ന് വിശ്വസിച്ച ജനതയെ നോക്കി കേരളം പുരോഗമനത്തിന്റെ ഗീതങ്ങൾ പാടി. ദുരന്ത മണ്ണിലേക്ക് ഓടിയെത്തിയ രാഹുൽ ഗാന്ധി ഉത്തരവാദിത്തത്തിന്റെ ചുമതല UPA സർക്കാർ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. ഈ സമയം രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ കോൺഗ്രസ് ഇനി ആർക്കെതിരെ കൂടോത്രം പ്രയോഗിക്കണമെന്ന ചർച്ചയിലായിരുന്നുവെന്ന് രാഹുൽ ഗാന്ധി ഒരുപക്ഷെ ഇപ്പോഴും അറിഞ്ഞിട്ടുണ്ടാകില്ല. ഒരു MPയുടെ നേതൃത്വത്തിൽ മറ്റൊരു MPയുടെ വീട്ടിൽ നിന്നും കൂടോത്രം കുഴിച്ചെടുക്കുമ്പോൾ, കൂടോത്രം കാരണം ഉയിര് പോകാതിരുന്നത് ഭാഗ്യമെന്ന് അതിലൊരാൾ നെടുവീർപ്പിടുമ്പോൾ, കൂടോത്രത്തിന്റെ ശക്തിയിൽ തലയ്ക്കും കാലിനുമൊക്കെ പ്രശ്നമുണ്ടെന്ന് വിലപിക്കുമ്പോൾ, ഈ പ്രസ്ഥാനത്തെ തന്നെ പരുവപ്പെടുത്തിയ പ്രമുഖനായ നെഹ്റു ഇന്ന് ജീവിച്ചിരിക്കാത്തത് ഭാഗ്യമെന്നല്ലാതെ എന്തു പറയാൻ? നെഹ്റുവിനെ തന്നെ മറന്ന കോൺഗ്രസുകാരോട് നെഹ്റുവിന്റെ സയന്റിഫിക് ടെമ്പറിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ അതൊരൽപ്പം അതിരുകടക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ ഒന്നും മിണ്ടുന്നില്ല. ഇന്ന് ഈ ചർച്ചയിൽ അതിഥികളായി എത്തുന്നത് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ CPIM-ൽ നിന്നും, N ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികൻ, ജേക്കബ് ജോർജ് മാധ്യമപ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം ശ്രീ N ശ്രീകുമാർ. പുരോഗമനവാദിയെന്നും യഥാർത്ഥ ലെഫ്റ്റ് എന്നും ഇടയ്ക്കിടയ്ക്ക് സ്വയം പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന ആളാണ് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്. ഇവിടെ K സുധാകരന്റെ വീട്ടിൽ നിന്നും കൂടോത്രം കണ്ടെത്തുന്നു. ഇതുവരെ VD സതീശൻ അതിലൊരു പ്രതികരണം നടത്തിയിട്ടില്ല. അതെന്തുമാകട്ടെ, പക്ഷേ ആരോപണത്തിന്റെ മുന VD സതീശനിൽ വരെ നീളുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുമാണ്. ഇന്നലെ ഇപ്പോൾ ചില യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ ഈ കൂടോത്ര പ്രയോഗത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് മിണ്ടാനാകാത്തത് ഇവിടെ എല്ലാവരും പരസ്പരം സംശയത്തിന്റെയും ആരോപണത്തിന്റെയും നിഴലിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഒരാളുടെ വീട്ടിൽ നിന്ന് കൂടോത്രം കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത വരുമ്പോൾ അതിന് പ്രതിപക്ഷ നേതാവ് എന്തിനാണ് പ്രതികരിക്കുന്നത്? KPCC പ്രസിഡൻ്റാണ് സുധാകരൻ എന്നുള്ളത് നേരെ. അദ്ദേഹം ഒരു വീട്ടിൽ താമസിക്കുന്നു. ആ പറമ്പിൽ കൂടോത്രം എന്നൊക്കെ പറഞ്ഞ് ഏതോ ഒരു മരമണ്ടനായിരിക്കണം എന്തെങ്കിലും കൊണ്ട് കുഴിച്ചിടുന്നു. അത് പിന്നീട് കണ്ടെത്തുന്നു. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ആ ഒരു സ്വകാര്യ ഭാഷണം എന്ന് വെച്ചാൽ അതിലാരൊക്കെയാണോ പങ്കെടുത്തിട്ടുള്ള അവർ തമ്മിലുള്ള ഭാഷണം, അത് കേട്ട് കഴിഞ്ഞവർക്കറിയാം അവിടെ എന്ത് തരത്തിലുള്ള സംഭാഷണമാണ് അവിടെ നടത്തിയെന്നുള്ളത്. അതിലൊക്കെ പ്രതിപക്ഷ നേതാവ് മറുപടി പറയേണ്ട കാര്യമില്ല. പ്രതിപക്ഷ നേതാവ് മറുപടി പറയേണ്ടത് ജനകീയ വിഷയങ്ങളിലാണ്. ജനകീയ വിഷയങ്ങളിൽ പ്രതിപക്ഷ നേതാവ് മറുപടി പറയും. ശ്രീകുമാർ, അത്തരത്തിൽ ജനകീയ വിഷയങ്ങൾ സംസാരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളുകൾ കൂടിയാണല്ലോ ഈ K സുധാകരൻ. KPCC പ്രസിഡന്റ് മാത്രമല്ല, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ നിന്നുള്ള MP കൂടിയാണ് അദ്ദേഹം. ആയിക്കോട്ടെ, രാജ്മോഹൻ ഉണ്ണിത്താൻ ആയിക്കോട്ടെ, അല്പ ദിവസങ്ങൾക്ക് മുൻപാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന MPക്കെതിരെ കോൺഗ്രസിലെ തന്നെ കാസർഗോട്ടെ ഒരാൾ കൂടുപാത്രം ചെയ്യുന്ന ആളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നൊരു ആരോപണം പറയുന്നത്. അതിന് പിന്നാലെയാണ് ഈ ദൃശ്യങ്ങൾ. ഇത് അല്പം പഴയതാണ്, പക്ഷേ എങ്കിൽ പോലും നമ്മളുടെ മുന്നിലേക്ക് വരുന്നത്. ഇതിനു മുൻപ് VM സുധീരൻ എന്ന നേതാവ് സമാനമായ രീതിയിൽ ഈ കൂടോത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ അങ്ങ് തന്നെ പറഞ്ഞതുപോലെ അവർ തമ്മിലുള്ള സംഭാഷണമാണെങ്കിൽ പോലും K സുധാകരൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്, ഒന്നും പറ്റിയില്ലല്ലോ എന്ന് ആശ്വസിക്കുന്നുണ്ട്. അടുത്ത ദിവസം മാധ്യമങ്ങളോട് കൂടോത്രം പ്രയോഗിച്ചു തനിക്കെതിരെ എന്ന് സ്ഥിരീകരിക്കുന്നുമുണ്ട്. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഇതുണ്ട്, പരസ്പരം ആർക്കൊക്കെയോ എതിരെ ചെയ്യുന്നു എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അവിടെ നടപടി എടുക്കേണ്ടത് KPCC ആണ്, ഇങ്ങനെ ചില അന്ധവിശ്വാസങ്ങൾ ഒരു പ്രസ്ഥാനം വെച്ച് പുലർത്തുമ്പോൾ. ഇവിടെ ഇപ്പോൾ അതിന്റെ ചുമതലക്കാരൻ K സുധാകരനായ സ്ഥിതിക്ക് അത് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ VD സതീശനെങ്കിലും ഇതിൽ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? അതൊരു കേരളം പ്രതീക്ഷിക്കുന്ന കാര്യമല്ലേ? എന്താണ് നിങ്ങളുടെ ചോദ്യം? അതായത് ഞാനൊരു കാര്യം പറയട്ടെ, കേരളത്തിലെ കോൺഗ്രസ്സിലെ സംഘടനാപരമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ കൂടോത്രത്തിന്? അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? വോട്ടർമാരായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ?
ഒരാൾ ഒരു വിശ്വാസി, എല്ലാവരും വിശ്വാസികളും അവിശ്വാസികളും ഒക്കെയാണ്. അതിൽ ചില കൂടുതൽ വിശ്വാസം ചില കാര്യങ്ങളോടുണ്ടാകാം. അത് എല്ലാ സമൂഹത്തിലും സമുദായത്തിലും പാർട്ടികളിലും ഒക്കെ ഉള്ള കാര്യമാണ്. അതിൽ ഒരാൾ KPCC പ്രസിഡന്റ് കെ സുധാകരൻ ആയിപ്പോയി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കൂടോത്രം കണ്ടെത്തിയെന്ന വാർത്ത വരികയും അതിനെ സംബന്ധിച്ച് KPCC പ്രസിഡന്റിനോട് പത്രലേഖകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു, നിങ്ങൾ കൂടുതൽ വേണമെങ്കിൽ ഉണ്ണിത്താനോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഉണ്ണിത്താനോട് ചോദിക്കാൻ പറഞ്ഞ് എന്തുകൊണ്ടായിരിക്കാം? ഒരു പക്ഷേ ഉണ്ണിത്താൻ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ഒരു ചാനലിൽ എനിക്ക് കൂടോത്രത്തിൽ വിശ്വാസമുണ്ട് എന്ന് ഉണ്ണിത്താൻ പറഞ്ഞുകൊണ്ടായിരിക്കാം. അല്ലാണ്ട് ഇതിൽ എന്തിനാണെന്ന് കോൺഗ്രസിനെ വലിച്ചഴയ്ക്കുന്നത്? കോൺഗ്രസിന് ഇതിൽ എന്താ ബന്ധമുള്ളത്? ഇതിൽ ആർക്കും ബന്ധമില്ല. ഇതിൽ ബന്ധമുണ്ട് എന്ന് പറയുന്നത് ആ കുഴിച്ചിട്ട ആൾക്കായിരിക്കും. അത് ആരാണെന്ന് കണ്ടുപിടിക്കട്ടെ. ഇന്നിപ്പോൾ പോലീസ് കേസെടുക്കാൻ പോകുമെന്ന് പറഞ്ഞു കേട്ടു. ആരുടെ പരാതിയിൽ? ഒരു കേരള കോൺഗ്രസ്, ഭരണമുന്നണിയിൽപ്പെട്ട കേരള കോൺഗ്രസ് ആണെന്ന് തോന്നുന്നു, അയാളുടെ പരാതിയിൽ. KPCC പ്രസിഡന്റ് വീട്ടിൽ കൂടോത്രം കണ്ടെത്തി എന്നതിനെക്കുറിച്ച് പരാതി കൊടുത്തത് കേരള കോൺഗ്രസ്സുകാരൻ, ഭരണമുന്നണിയിൽപ്പെട്ട കേരള കോൺഗ്രസ്സുകാരനാണെന്ന് തോന്നുന്നു, അല്ലാതെ പരാതി കൊടുക്കില്ലല്ലോ. അപ്പോൾ എന്തിനാണിത്? KPCCക്ക് അങ്ങനെ പരാതിയില്ല, ആർക്കും പരാതിയില്ല. പിന്നെ പരാതി കുത്തിപ്പൊക്കി ഉണ്ടാക്കിയെടുത്ത് അന്ധവിശ്വാസവും വിശ്വാസവും തമ്മിലുള്ള അതിർവരമ്പ് എവിടെ വരെ ആകാം എന്നുള്ള ചോദ്യമൊക്കെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. കൂടുപാത്രം എന്നുള്ളത് അന്ധവിശ്വാസമാണ് എന്നുള്ളത് പൊതുവിൽ പുരോഗമന സമൂഹം അങ്ങനെ കരുതുന്നു. അതുണ്ടായിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഒന്നും പറ്റിയില്ല എന്ന് ആശ്വസിക്കുന്നു KPCC പ്രസിഡന്റ്. നോക്കൂ, നമ്മളിതിലിപ്പോൾ കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു നേതാവ് എന്ന നിലയിലല്ലാതെ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളാണ് ഇവരൊക്കെയും, ജനങ്ങൾ തെരഞ്ഞെടുത്ത ആളുകളാണ് ഇവരൊക്കെയും. അപ്പോൾ ഇവർ പരസ്പരം ഇതാണ് ചെയ്യുന്നത് എന്നുള്ളിടത്ത് ഒരു പ്രശ്നം അങ്ങ് കാണുന്നില്ലേ? ആര് ചെയ്തു എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ഏത് കോൺഗ്രസ് നേതാവാണ് ചെയ്തത്? എന്തെങ്കിലും ഒരു വ്യക്തത വരുത്തി പറയൂ. പേരറിയില്ല. എന്തായാലും കെ സുധാകരന്റെ വീട്ടിലുണ്ട് എന്ന് പറയുന്നു, KPCC ഓഫീസിലുണ്ട് എന്ന് പറയുന്നു, ദില്ലിയിലെ അദ്ദേഹത്തിന്റെ ഓഫീസിലുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇവിടെയൊക്കെ ആക്സസ് ഉള്ള ഒരാൾ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവായിരിക്കണം, അതിൽ തർക്കമില്ലല്ലോ. അദ്ദേഹത്തിന് പോലും ഇതൊരു CPM കാരനോ BJP കാരനോ ആണെന്നുള്ള ആക്ഷേപവും ഇല്ല. അപ്പോൾ പരസ്പരം ചെയ്തു എന്നല്ലാതെ എന്ത് വിശ്വസിക്കാൻ? അല്ല, അങ്ങനെ വിശ്വസിച്ചിട്ട് രാഷ്ട്രീയത്തിൽ അങ്ങനെ വിശ്വസിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയാൻ പറ്റുമോ? കൂടോത്രം എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ എന്താ പറയുക, ഒരു വൈകൃതമാണത്. അതായത് വിശ്വാസവുമല്ല, അന്ധമായ വിശ്വാസവുമല്ല, എന്താണ് പറയുക, ഒരു പ്രാകൃത വിശ്വാസം. ഈ പ്രാകൃത വിശ്വാസത്തിൽ ആരെങ്കിലും ഒരുത്തൻ പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ ഏത് നേതാവിൻ്റെ വീട്ടിൽ കൊണ്ട് എന്ത് വെച്ചാൽ എന്താ കാര്യം? അത് വാർത്തയായി വന്നപ്പോൾ VM സുധീരൻ്റെ വീട്ടിൽ വെച്ചു നിങ്ങൾ പറഞ്ഞു. സുധീരൻ്റെ വീട്ടിൽ വെച്ചിട്ട് 8 തവണ വെച്ചു, 9ാമത്തെ തവണ വെക്കാൻ പറ്റിയില്ല. കാരണം അപ്പോഴേക്കും അത് പോലീസിൽ പരാതിപ്പെട്ടു അദ്ദേഹം. കാരണം അദ്ദേഹത്തെ ഗൗനിച്ചില്ല. പക്ഷേ കെ സുധാകരൻ എന്ന് പറയുന്ന ആളെ ചിലരുടെയൊക്കെ കണ്ണിലെ കരടാണ്. അപ്പോൾ ആ കെ സുധാകരനെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിക്കണം. ഒരുപാട് പിടിക്കാൻ നോക്കി, നടന്നില്ല. അവസാനം 1.5 ലക്ഷം വോട്ടിന് അദ്ദേഹം ജനകീയ കോടതിയിൽ നിന്ന് ജയിച്ച് MP ആയി മാറി. ആ വിഷ്വൽസ് എടുത്തിട്ടുള്ള ആൾ അവിടെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും ആയിരിക്കണമല്ലോ, പുറത്തു നിന്നുള്ള ഒരാൾ എടുത്ത് വിഷ്വൽസ് ആയിരിക്കില്ല അത്. അപ്പോൾ അത് പുറത്തു പോകണമെങ്കിൽ ആ കൂട്ടത്തിൽ ആരെങ്കിലും തന്നെയായിരിക്കണം കൊടുത്തതും. അപ്പോൾ കെ സുധാകരനെ കൊടുക്കാൻ ശ്രമിക്കുന്നവരെങ്കിലും ചുരുങ്ങിയ പക്ഷം കോൺഗ്രസിനുള്ളിൽ ഉള്ളവരാണ് എന്ന് കരുതുന്നുണ്ടോ? അല്ല, ആ സംഭവത്തിൽ അതൊരു ചോദ്യമാണ്. ആ സംഭവത്തിൽ ആ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഈ വീഡിയോ എടുത്തിട്ടുണ്ടാകാം. ആ വീഡിയോ എടുത്ത് ആരാണെങ്കിലും അത് പുറത്ത് വന്നിട്ടുണ്ടാകാം. അന്ന് സുധാകരൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാരാണ്, പിന്നീട് പുറത്തു പോയത് ആരാണ് എന്നൊന്ന് അന്വേഷിച്ചാൽ അത് മനസ്സിലാകും. അത് നിങ്ങൾ അന്വേഷിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാമോ അങ്ങേരാണല്ലേ കൊടുത്തതെന്ന് പറയാം. അല്ലാതെ ഇപ്പോൾ എന്ത് കാര്യം? കോൺഗ്രസ് നേതാക്കൾക്ക് കൂടോത്രത്തിൻ്റെ പിന്നാലെ നടക്കലാണോ പണി? നിങ്ങൾക്കെന്ന് വെച്ചാൽ കൈരളിക്കല്ല കേട്ടോ. കോൺഗ്രസിനെ ആക്ഷേപിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആക്ഷേപിച്ചോ, കുഴപ്പമൊന്നുമില്ല. അത് കൂടോത്രം നല്ല സബ്ജക്റ്റ്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, 2-3-4 ദിവസമായിട്ട് ഈ കൂടോത്രം ചർച്ച ചെയ്യുക. പക്ഷേ CPMൻ്റെ മുഖചാനലായ കൈരളി ചർച്ച ചെയ്യുന്നില്ല. അതെന്തായാലും ഇന്ന് ചർച്ച കിട്ടും. നല്ല കാര്യമാണ്. എന്താണെന്നറിയാമോ? ഈ പ്രാകൃത വിശ്വാസത്തെ തുറന്നു കാണിക്കാൻ ഇത്തരം ചർച്ചകൾ വേണം. അതിൽ കോൺഗ്രസിനെ ആക്ഷേപിച്ചിട്ടായാലും കൊള്ളാം, കോൺഗ്രസിനെ പുകഴ്ത്തിയിട്ടായാലും കൊള്ളാം. ഞാൻ ഇതിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ KPCCയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കളെയോ കൂടോത്രത്തിൻ്റെ പേരിൽ വലിച്ചിഴച്ച് അവരുടെ പ്രതികരണം ഉണ്ടാക്കി കോൺഗ്രസിൽ കൂടോത്രം വെച്ചതിനെതിരെ സതീശൻ അല്ലെ സുധാകരൻ എന്നൊക്കെ പറഞ്ഞ് വാർത്തയുണ്ടാക്കാമെങ്കിൽ അതിപ്പം നടക്കില്ല. കാരണം ആരും ഈ വക മണ്ടത്തരത്തിന് പിന്നാലെ പോയിട്ട് അഭിപ്രായം പറയില്ല. ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ കൂടോത്രത്തിനെതിരെ ഒരു സന്ദേശം നൽകാൻ
ചാനലുകളിലൂടെ സാധിക്കുമെങ്കിൽ അതിന് ശ്രമിക്കണമായിരുന്നല്ലോ കോൺഗ്രസ് നേതാക്കൾ. ഈ ചർച്ചയിലേക്ക് പോലും കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയെ വിടാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സുധാകരനോട് ഈ കൂടോത്രത്തെക്കുറിച്ച് പറയുകയും ഇത് കുഴിച്ചെടുക്കാൻ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന ആൾ രാജ്മോഹൻ ഉണ്ണിത്താനാണ്. അദ്ദേഹം മറ്റൊരു കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ അവരെല്ലാം ഇതിനുള്ളിലെ കണ്ണികളാണ് എന്നുള്ളതാണ്. ഇതേ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ കാസർഗോഡ് നിന്നും ആരോപണം വന്നിരുന്നു മുൻപ് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. നമുക്ക് അടുത്ത റൗണ്ടിൽ അതിലേക്ക് വരാം. ഞാനിപ്പോൾ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണനിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ കെ ടി, സാധാരണഗതിയിൽ നമ്മൾ ഈ അന്ധവിശ്വാസം എന്ന് കണ്ട് തള്ളിക്കളയുന്ന ഒന്നാണ് ദുർമന്ത്രവാദം അല്ലെങ്കിൽ ഈ കൂടോത്രം എന്നുള്ളതൊക്കെയും. ഇവിടെ ഇപ്പോൾ ജീവൻ പോകാത്തത് ഭാഗ്യം എന്നാണ് കെ സുധാകരൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അതിൽ വിശ്വാസമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. രണ്ടാമതായി ഈ ഒരു കാലിന്റെ ഭാഗം എടുക്കുമ്പോൾ എനിക്ക് കാലിന് പ്രശ്നമുണ്ട്, തലയുടെ ഭാഗം എടുക്കുമ്പോൾ എൻ്റെ തലയ്ക്ക് പ്രശ്നമുണ്ട്, സ്ട്രെസ് ഉണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വാസം അതിൽ പ്രകടമാണ്. ഇവിടെ ഇപ്പോൾ ശ്രീ എൻ ശ്രീകുമാർ പറയുന്നത് പോലെ രണ്ടാളുകൾ തമ്മിലുള്ള സംഭാഷണം അല്ലെങ്കിൽ പരസ്പരമുള്ള ആ നിലയിലുള്ള കാര്യങ്ങൾ എന്നതാണോ നമ്മൾ കാണേണ്ടത്? അതോ അതിനപ്പുറം വിശാലമായി കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ട രണ്ട് എംപിമാരുടെ, രണ്ട് ജനപ്രതിനിധികളുടെ ഇടയിലുള്ള വിശ്വാസം അവരത് സമൂഹത്തിലേക്ക് കൂടി പ്രചരിപ്പിക്കുന്നു, അവരുടെ ഉള്ളിലുള്ള കാര്യമാണല്ലോ ഇത്. അങ്ങനെയാണോ നമ്മൾ കാണേണ്ടത്? അല്ല, ഈ ചർച്ചയിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീകുമാർ പറയുന്നൊരു കാര്യം, ഇത് വ്യക്തിപരമായ ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്, അത് കോൺഗ്രസുമായി കൂട്ടിച്ചേർക്കേണ്ടതില്ല എന്നാണ്. ആ കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാക്കണം. ഇതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണോ? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം അത് ആചരിക്കാൻ, അത് പ്രചരിപ്പിക്കാൻ ഒക്കെയുള്ള അവകാശം വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ആ ആർട്ടിക്കിൾ 25 കഴിഞ്ഞ് 26-ാമത്തെ ആർട്ടിക്കിൾ എന്താണ് പറയുന്നത്? 26-ാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് നിങ്ങളുടെ വിശ്വാസം സാമൂഹ്യമായ താല്പര്യങ്ങൾക്ക്, മാനവികതയ്ക്ക്, സാമൂഹ്യ പുരോഗതിയുടെ യുക്തിക്ക് എതിരാവാൻ പാടില്ല. മന്ത്രവാദം, കൂടോത്രം എന്നൊക്കെ പറയുന്നത് പ്രാചീന സംസ്കൃതിയുടെ മനുഷ്യർ അന്ന് അവരുടേതായ അതിജീവനത്തിന് വേണ്ടി അല്ലെങ്കിൽ അവർ എതിരാളികളെന്ന് കാണുന്ന ശത്രുക്കളെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള ഒന്നാണ്. നമ്മുടെ അഥർവവേദമൊക്കെ ആ തരത്തിൽ ആവിഷ്കൃതമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഭരണഘടനാപരമായ ഒരു മൂല്യബോധം, ഭരണഘടനാപരമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള ബാധ്യത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ അധ്യക്ഷന് ഉണ്ടാവേണ്ടതില്ല എന്ന് ശ്രീകുമാറിന് പറയാം. പക്ഷേ ഇന്ത്യയിലെ ഒരു MP-ക്ക്, മെമ്പർ ഓഫ് പാർലമെൻറ്റിന് അതുണ്ടാകണം. ശ്രീമാൻ സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്തത് അഥർവവേദം പിടിച്ചിട്ടല്ല, അഥർവവേദം തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ലല്ലോ അദ്ദേഹം ഇന്ത്യയുടെ പാർലമെൻറ്റ് അംഗമായിരിക്കുന്നത്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് നമ്മുടെ ഭരണഘടന പിടിച്ചാണ്, അത് ഉയർത്തിപ്പിടിച്ചിട്ടാണ്. ഈ പ്രാവശ്യം ഇന്ത്യ മുന്നണി നേതാക്കളെല്ലാം അത് ഉയർത്തിപ്പിടിച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പോൾ ശ്രീകുമാർ ഇവിടെ ഉത്തരം പറയേണ്ടത്, വിശ്വാസം എവിടെ വരെയാകാം? നിങ്ങൾ ഒരു ജനതയുടെ യുക്തിബോധത്തെയും ശാസ്ത്രീയമായ അന്വേഷണങ്ങളെയും എല്ലാം തകർക്കുകയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51A(H) എന്താ പറഞ്ഞിരിക്കുന്നത്? ശാസ്ത്രബോധം, സയൻറ്റിഫിക് ടെമ്പറിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ സയൻറ്റിഫിക് ടെമ്പർ എന്താണ്? യുക്തിബോധമാണ്, പ്രധാനമായിട്ട് അന്വേഷണ ത്വരയാണ്. അപ്പോൾ ആ യുക്തിബോധത്തെയും അന്വേഷണ ത്വരയെയും തകർക്കുന്ന, പ്രത്യേകിച്ച് ഈ ഇന്നത്തെ പോലുള്ള നമ്മളൊരു ഇൻഫർമേഷൻ ടെക്നോളജിയുടെ, പ്രത്യേകിച്ച് AI പോലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള ശാസ്ത്രത്തിൻ്റെ ഏറ്റവും നൂതനമായ ഒരു ലോകത്ത് ജീവിക്കുകയാണ് നമ്മൾ. അങ്ങനെ ജീവിക്കുമ്പോൾ ആ ഒരു മൂല്യബോധത്തെ, ആ ഒരു സാമൂഹ്യമായ വളർച്ചയുടെ മൂല്യബോധത്തെ പ്രതിനിധീകരിക്കാൻ വ്യക്തി എന്ന നിലക്ക് സുധാകരന് ഉത്തരവാദിത്തം വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ KPCCയുടെ ഇന്ത്യയിലെ ഒരു മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന, ഇവിടെ അക്ഷിത ഈ ചർച്ചയുടെ ആരംഭം കുറിച്ചുകൊണ്ട് പറഞ്ഞതുപോലെ നെഹ്റുവിൻ്റെ പാരമ്പര്യവും തുടർച്ചയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവിന് ഉണ്ടാകണം. ആ കാര്യം ആദ്യമായിട്ട് ഈ ചർച്ചയിൽ ശ്രീകുമാർ അംഗീകരിക്കണം. കാരണം നമ്മളെല്ലാവരും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണം, നമ്മളെല്ലാവരും സമൂഹത്തിൻ്റെ ശാസ്ത്രാവബോധത്തിന് വേണ്ടി നിലകൊള്ളണം. പക്ഷേ KPCC അത് അദ്ദേഹം ഉത്തരം പറയേണ്ടതാണ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്താണ് ഇവിടുത്തെ വോട്ടർമാരുടെ മുമ്പിൽ അവർ വെച്ചത്? ആചാര സംരക്ഷണത്തിനുള്ളൊരു നിയമമുണ്ടാക്കും. മിസ്റ്റർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനാക്കിക്കൊണ്ട് എന്താണ് ആർത്തവവതികളായ സ്ത്രീകളെ ക്ഷേത്രത്തിൽ കടത്താതിരിക്കാനുള്ള ഒരു നിയമത്തിൻ്റെ എന്താണ് ഒരു നക്കൽ, അതിനൊരു കരടുണ്ടാക്കാൻ KPCC മുന്നിൽ. എത്ര അശ്ലീലകരമായിരുന്നു ആ കരട്! ഒരു ജനാധിപത്യ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതാണോ? അപ്പോൾ ശ്രീകുമാറിൻ്റെ സുഹൃത്തുക്കൾ അവർ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് എത്തപ്പെട്ട
ഈ അപജയത്തെ നെഹ്റുവിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് അവരെത്തപ്പെട്ട സംഘപരിവാറിൻ്റെ ഒരു പുനരുജ്ജീവന രാഷ്ട്രീയം ഇത് നമ്മൾ കാണണം. കേരളത്തിലെ അക്ഷിത നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത് 1980-കൾക്ക് ശേഷം നിയോ ലിബർ നയങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ ഒന്നാമത്തെ IMF വായ്പയൊക്കെ തുടർന്ന് നിയോ ലിബർ നയങ്ങൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നവോത്ഥാനം ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാത്തിനെയും തകർക്കുന്ന തരത്തിലുള്ള ആസൂത്രിതമായ വളരെ സ്ഥാപനപരമായ പ്രവർത്തനങ്ങൾ RSS ആവിഷ്കരിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ജ്യോതിഷം ഒരു ശാസ്ത്രമാണോ അല്ലയോ എന്നുള്ള തർക്കം നമുക്ക് ഈ സമയത്ത് ഈ ചർച്ചയിൽ നടത്താൻ പറ്റില്ല. ഈ ജ്യോതിഷത്തെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ കൗൺസിൽ ഫോർ അസ്ട്രോളജിക്കൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെയുണ്ട്. ആ സംഘടനയാണ് പുത്രകാമേഷ്ടിയൊക്കെ എറണാകുളത്ത് സംഘടിപ്പിച്ചത്. അനബദ്ധ്യത പരിഹരിക്കാൻ പുത്രകാമേഷ്ടിയിലൂടെയുള്ള പായസം പ്രസാദം കൊടുത്താൽ സാധ്യമാകും എന്ന് പ്രചരിപ്പിച്ച് 10,000-ങ്ങളെ രജിസ്റ്റർ ചെയ്യിച്ച സംഭവം. അവരെന്താണ് ചെയ്യുന്നത്? ജ്യോതിഷത്തിൻ്റെ യുക്തിരഹിതമായ കാര്യങ്ങളിലേക്ക് ജനങ്ങളെ തള്ളിവിടുകയാണ്. അതേപോലെ തന്നെ എന്താണ് യജ്ഞപുനരുജ്ജീവനത്തിന് വേണ്ടി ശ്രൗതശാസ്ത്ര സാഹിത്യ പരിഷത്തുണ്ട്. നമുക്കൊരു പരിഷത്തെ അറിയും, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. പക്ഷേ നമ്മുടെ പാരമ്പര്യത്തെ, ശ്രൗത പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിക്കാനും പ്രാചീനതയുടെ കൂരിരുട്ടിൽ ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിൻ്റെ യജ്ഞങ്ങൾ, യാഗങ്ങൾ ഒക്കെ പുനരുജ്ജീവിപ്പിക്കാനുള്ള സംഘടനകൾ കൃത്യമായി പ്രവർത്തിക്കുക. ഈ സംഘടനകളിലൊക്കെ അവർ സംഘടിപ്പിക്കുന്ന പരിപാടികളിലൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും നിത്യസാന്നിധ്യമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന കാര്യം മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന കോൺഗ്രസ്സുകാരും മറ്റ് ജനാധിപത്യ ശക്തികളുമൊക്കെ ഒരുപോലെ ചിന്തിക്കേണ്ടതാണ്. റിവൈവലിസത്തിൻ്റെ, പുനരുജ്ജീവനത്തിൻ്റെ അപകടകരമായ പ്രവണതകളുടെ ഒരു പ്രതിഫലനമായിട്ട് തന്നെ വേണം ഈ മന്ത്രവാദത്തെ അല്ലെങ്കിൽ കൂടോത്രത്തെ, ഈ മലബാറുകാർ ദോഷപ്പണി എന്ന് പറയുന്ന ഈ പരിപാടിയെ വലിയ രീതിയിൽ എന്താണ് തൻ്റെ ജീവൻ രക്ഷപ്പെട്ടത്, തൻ്റെ രോഗത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത് ഈ ദോഷപ്പണിയെ പ്രതിരോധിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് എന്ന് KPCCയുടെ അധ്യക്ഷൻ പറയുമ്പോൾ അതിലൊരു അശ്ലീലമുണ്ട്, അതിലൊരു ഭരണഘടനാ വിരുദ്ധതയുണ്ട്, അതിലൊരു മതനിരപേക്ഷ വിരുദ്ധതയുണ്ട്. ഈ കാര്യമാണ് ഈ ചർച്ചയിൽ കോൺഗ്രസിന് വേണ്ടി KPCCക്ക് വേണ്ടിയാണ് ശ്രീകുമാർ സംസാരിക്കുന്നതെങ്കിൽ അദ്ദേഹം വിശദീകരിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ N. ശ്രീകുമാർ, അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഞാൻ അങ്ങയുടെ മറുപടിയിലേക്ക് വരുന്നുണ്ട്. അതിന് മുൻപ് ഞാൻ ശ്രീ ജേക്കബ് ജോർജിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, ബാലകൃഷ്ണൻ പെരിയാണ് ഈ കൂടോത്രം സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് അല്പനാളുകൾ മുൻപ് കേരളത്തിൽ തുടക്കമിട്ടത്. അന്ന് ബാലകൃഷ്ണൻ പെരിയ പറയുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന MP ഈ കൂടോത്രത്തിന്റെ ആളാണ്, എല്ലാവർക്കുമെതിരെ കൂടോത്രം ചെയ്യും, കൂടോത്രം നടത്തും, അദ്ദേഹത്തിന്റെ ഒരു പണിയാണ് അത് എന്നുള്ള തരത്തിലാണ്. പക്ഷേ നമ്മളിവിടെ ഇപ്പോൾ സുധാകരന്റെ വീട്ടിലെ ദൃശ്യങ്ങൾ കാണുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ ആ കൂടോത്രം കുഴിച്ചെടുക്കാൻ നേതൃത്വം കൊടുക്കുന്ന ആളാണ്. അതെങ്ങനെയാണ് ശരിയാകുന്നത്? ആ വിഷ്വൽ കാണുമ്പോൾ എന്താണ് അതിൽ നിന്ന് അങ്ങേക്ക് പെട്ടെന്ന് നമുക്ക് അത് കാണുമ്പോൾ സ്വാഭാവികമായും ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് ബാലകൃഷ്ണൻ പെരിയ പറഞ്ഞ കാര്യമാണല്ലോ. അപ്പോൾ അത് തമ്മിൽ എങ്ങനെയാണ് ഒന്ന് കണക്ട് ചെയ്യാൻ കഴിയുന്നത്? അസിതേ, ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് പല ചർച്ചകളിലൊക്കെ പങ്കെടുത്തു, കുറച്ചൊക്കെ എഴുതുകയും ചെയ്തു. കുറേ കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ എന്നെ വിളിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ കൂടോത്രത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞ കാര്യം എന്ന് പറയുന്നത്, കൂടോത്രം ചെയ്യുന്ന ആൾക്ക് മാത്രമേ അത് എടുക്കാനും അറിയത്തുള്ളൂ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പങ്കെടുത്ത ചാനലിലെ ബഹുമാനപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നുണ്ട്, ഞാൻ കൂടോത്രത്തിൽ വിശ്വസിക്കുന്നു, അതിൻ്റെ ഫലമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം വേറെ, പക്ഷേ കൂടോത്രത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനെ പറയുന്ന ഒരാൾ കോൺഗ്രസിൻ്റെ MP ആണ്, ഓർക്കണം. കോൺഗ്രസിൻ്റെ ഉന്നതനായ ഒരു നേതാവാണ് എന്നോർക്കണം. ശ്രീകുമാറിനോട് ഞാനൊരു കാര്യം പറയട്ടെ. ശ്രീകുമാർ, നമ്മളൊന്നും കോൺഗ്രസിനെ ഞാനൊരിക്കലും കുറ്റപ്പെടുത്തത്തില്ല. കോൺഗ്രസിനെ ഇതിനകത്തൊരു കക്ഷിയായിട്ട് ചിത്രീകരിക്കാനും ഞാൻ തയ്യാറല്ല. പക്ഷേ ഇതിലെ പ്രധാനപ്പെട്ട ആൾ, കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അതുകൊണ്ടാണ് ഈ ചാനലുകളൊക്കെ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. അത് മനസ്സിലാക്കണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം കൂടോത്രം എന്ന് പറയുന്നത് നേരത്തെ ഉണ്ണിത്താൻ പറഞ്ഞ കാര്യവും ഇതും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ കോൺഗ്രസ് നേതാവ് പറയുകയാണ് കൂടോത്രത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. ബാലകൃഷ്ണൻ പെരിയ എന്ന നേതാവ്, കോൺഗ്രസ് നേതാവ് പറയുന്നു ഉണ്ണിത്താൻ കൂടോത്രത്തിൻ്റെ ആളാണ് എന്ന്. ഈ പറയുന്ന സുധീറിൻ്റെ വീട്ടിലെ കൂടോത്രം എടുത്തപ്പോഴും പിന്നീട് KPCC പ്രസിഡൻറ്റിൻ്റെ വീട്ടിലെ കൂടോത്രം എടുത്തപ്പോഴും ആ സാന്നിധ്യം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കേട്ടത്, എനിക്ക് നേരിട്ടറിയാവുന്നത്, കോട്ടയത്തെ KM മാണി സാറിൻ്റെ പാലായിലെ വീട്ടിലെ മാണി സാർ വളരെ ക്ഷീണത്തിലായിരുന്നപ്പോൾ, അതായത് ബാർക്കോഴ കേസിനെ തുടർന്ന് ഏറെക്കുറെ അദ്ദേഹം ഒറ്റപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനെതിരെ വലിയ സംഘടിതമായൊരു ആക്രമണം നടന്ന ഘട്ടത്തിൽ
കോടതി പോലും അദ്ദേഹത്തിനെതിരെ നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം വളരെ നിരാശനായിരുന്നു. അദ്ദേഹത്തെ കാണാൻ ആരും വരുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഒരു കോൺഗ്രസ് നേതാവ് എന്നിട്ട് വീട്ടിൽ ചെന്നു, പറഞ്ഞു, സന്ദർശിച്ചു. എന്നിട്ട് പറഞ്ഞു, മണി സാറേ, ഇത് മുഴുക്കുകയും കൂടോത്രമാണ്, ഈ വീട് മുഴുക്കുകയും കൂടോത്രമാണ്, ഞാനിത് എടുത്തു തരാം, ഞാൻ ശരിയാക്കി തരാം, ഒരാളുടെയും കൊണ്ടുവരാം. ഒരു മന്ത്രവാദി ആയിരിക്കണമല്ലോ. ഞാൻ ഇത്രയുമേ ആ ചാനൽ ചർച്ചയിൽ പറഞ്ഞുള്ളൂ മിനിഞ്ഞാന്ന്. പക്ഷേ അതിനെ തുടർന്ന് ചർച്ചകളിൽ അത് ഉണ്ണിത്താനാണെന്ന് പറഞ്ഞു. എനിക്കതിനകത്ത് പങ്കില്ല. ഉണ്ണിത്താനാണ് മണി സാറിൻ്റെ വീട്ടിൽ പോയിട്ട് ഇവിടെ മുഴുക്കുകയും കൂടോത്രമാണ് എന്ന് കണ്ടുപിടിക്കുകയും ഇത് എടുത്തു കളയാൻ. അപ്പോൾ മണി സാർ പറഞ്ഞത്, വേണ്ട, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, ഞാനത് നോക്കിക്കൊള്ളാം, ഉണ്ണിത്താൻ പോയാട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിപ്പിക്കുകയായിരുന്നു. ഉണ്ണിത്താനെ ഒഴിപ്പിക്കുകയായിരുന്നു. കൂടോത്രം ഒഴിപ്പിക്കാൻ മണി സാറ് കൂട്ടാക്കിയില്ല, കൂട്ടുനിന്നില്ല എന്നർത്ഥം. അപ്പോഴങ്ങനെയുള്ള ഒരാൾക്ക് കൂടോത്രത്തിൻ്റെ വരവും പോക്കും, കൂടോത്രം വയ്ക്കാനും ഒഴിപ്പിക്കാനും ഒക്കെ അറിയാമല്ലോ. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം പെരിയ ബാലകൃഷ്ണൻ അങ്ങനെ പറഞ്ഞത്. തീർച്ചയായിട്ടും അത് കാസർകോട്ടെ ഒരു പ്രാദേശിക വിഷയമായിരിക്കാം കൂടോത്രം കൊണ്ടുള്ള കളി. വോട്ട് കിട്ടാൻ കൂടോത്രം ചെയ്തോ ഇല്ലയോ ഒന്നും പറയാം. അതോ ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി ബാലകൃഷ്ണൻ പെരിയയോ വേറെ ആരെങ്കിലുമോ കൂടോത്രം ചെയ്തുവോ എന്തൊക്കെയാവട്ടെ, അതേക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഒന്നുണ്ട്, നമ്മുടെ ശ്രീകുമാർ പറഞ്ഞത് സുധാകരനെ കൊടുക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ട് എന്നാണ്. ഏതായാലും CPM-കാരാവില്ല, വേറെ ഒരു പാർട്ടിക്കാരും ആവത്തില്ല, BJP-ക്കാരും ആവാൻ ഒരു സാധ്യതയില്ല. സുധാകരനെ കൊടുക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ്സുകാരായിരിക്കും എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീകുമാറെ, ആ നേതാവ് ആരാണെന്ന് കണ്ടുപിടിക്കണ്ടേ? അങ്ങനെ സുധാകരനെ കൊടുക്കാൻ ശ്രമിക്കുന്നവരാരൊക്കെയാണെന്ന് കണ്ടുപിടിക്കണ്ടേ? ഇനി ഞാൻ പറയാം. ഇന്നലെ ശ്രീകുമാറും ഞാനും കൂടെ പങ്കെടുത്ത ഒരു ചർച്ചയിൽ നമ്മുടെ വിപിൻ മോഹൻ, ഒരു പഴയ കോൺഗ്രസ്സുകാരനാണ്, അദ്ദേഹം സുധാകരനോടൊപ്പം നിന്നയാളാണ്. അദ്ദേഹം പറയുന്നുണ്ട്, തിരുവിതാംകൂറിൽ, അത് പറഞ്ഞ് കേരളത്തിലോ തെക്കൻ കേരളത്തിലോ എന്ന് പറഞ്ഞു, ആദ്യം തെക്കൻ കേരളത്തിലെന്ന് പറഞ്ഞു, പിന്നീട് അദ്ദേഹം പറയുകയാണ്, പഴയ തിരുവിതാംകൂറിൻ്റെ ഭാഗത്തുള്ള ചിലരാണ് സുധാകരനെ കൊടുക്കാൻ, സുധാകരനെ ഒരു പ്രതിക്കൂട്ടിലാക്കാൻ, അല്ലെങ്കിൽ ക്ഷീണിതനാക്കാൻ, ദുർബലനാക്കാൻ കൂടോത്രം സംഘടിപ്പിക്കുന്നത് എന്ന് സുധാകരൻ്റെ വീട്ടുകാർ പറഞ്ഞ് ഞാൻ അറിഞ്ഞു എന്ന് തന്നെയാണ് നമ്മുടെ ശ്രീകുമാരൻ ഞാനും അത് കേട്ടുകൊണ്ടിരുന്നതാണ്. ഞങ്ങളതേക്കുറിച്ച് കുറേ സംസാരിക്കുകയും ചെയ്തു. തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? നമ്മുടെ നാഗർകോവിൽ ആ ഭാഗം മുതൽ അനന്തപുരം എന്ന് പറയുന്ന തിരുവനന്തപുരം, അവിടം കഴിഞ്ഞ് മാർത്താണ്ഡവർമ്മ വിട്ടിപ്പിടിച്ച സ്ഥലങ്ങളാണ്. ആ സാമ്രാജ്യം പറവൂർ വരെ നീളുന്നുണ്ട് അസിത, പറവൂർ വരെ. ശ്രീകുമാറേ, ഞാൻ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുകയല്ല. ആരോപണത്തിന് മുന്നിലുള്ളത് കൊണ്ടാണോ VD സതീശന് മിണ്ടാനാകാത്തത്? അല്ല, ഞാനതിനകത്തെ അന്തർമുനകളെ കുറിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. തിരുവിതാംകൂർ എന്ന് പറഞ്ഞതിൻ്റെ വ്യാഖ്യാനം തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തിരുവിതാംകൂറിൻ്റെ ഭാഗമാണ് പറവൂരും ഹരിപ്പാടും എന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അസിത. ഇതൊരു ചർച്ചാ വിഷയം ആക്കാനും എനിക്ക് താല്പര്യമില്ല. ഞാൻ അതിലൊട്ട് വിശ്വസിക്കുന്നുമില്ല. ഞാൻ കൂടോത്രത്തിൽ തന്നെ വിശ്വസിക്കുന്നില്ല. പറവൂർക്കാരോ ഹരിപ്പാടുകാരോ ഇതുപോലെയുള്ള പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുമെന്ന് അവർ നല്ല ജനകീയ നേതാക്കന്മാരാണ്, നല്ല നേതാക്കന്മാർ തന്നെയാണ്. വർഷങ്ങളായിട്ട് എനിക്ക് നല്ല സൗഹൃദമുള്ള നേതാക്കന്മാരാണ്. അവരൊന്നും ഈ കൂട്ടത്തിൽ പെടുന്നവരല്ല. കൂടോത്രം കൊണ്ട് എന്തെങ്കിലും തന്ത്രം ഒപ്പിക്കാമെന്ന്, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ രാഷ്ട്രീയ നേതാവിനെയോ വകവരുത്താമെന്ന്, മൂലയ്ക്കിരുത്താമെന്ന് ചിന്തിക്കുന്നവരല്ല. അവർ സ്വന്തം അധ്വാനത്തിലൂടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നവരാണ് എന്ന് സാക്ഷ്യപ്പെടുത്താനും ഞാൻ ഈ അവസരം വിനിയോഗിക്കും. ശ്രീ N. ശ്രീകുമാർ, ഇവിടെ എന്തായാലും ഒരു പറവൂരുകാരൻ എന്ന് പറയുമ്പോൾ ശ്രീ ജേക്കബ് ജോർജ് അതിൽ പേര് പറഞ്ഞില്ല. പക്ഷെ ഞാനൊരു പേര് പറഞ്ഞു. ഇനി അത് പറഞ്ഞാലും ഇല്ലെങ്കിലും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ ആദ്യം അത് പറഞ്ഞു. ചില ആളുകളൊക്കെ പ്രതികരണത്തിൽ, ചില രാഷ്ട്രീയ നേതാക്കൾ VD സതീശന്റെ പേര് പറയുന്നുണ്ട്. ഇവിടെ എന്തായാലും രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഈ കൂടോത്രത്തിന്റെ ആൾ കോൺഗ്രസിലെ എന്ന് പറയുമ്പോഴും സുധാകരനെതിരെ കൂടോത്രം ചെയ്തത് രാജ്മോഹൻ ഉണ്ണിത്താൻ അല്ല എന്ന് ചുരുങ്ങിയ പക്ഷെ നമുക്കങ്ങ് കരുതാം. കാരണം അദ്ദേഹമാണല്ലോ ഇത് കണ്ടെടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ മറ്റാരോ ആണ്, അത് ആരാണ് എന്നുള്ളത് കോൺഗ്രസ് കണ്ടുപിടിക്കണ്ടേ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ട്, ശ്രീ കേറ്റ് പറഞ്ഞതുപോലെ ഇവിടെ കൂടോത്രത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിട്ടുണ്ട്. K. സുധാകരൻ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് അദ്ദേഹവും അതിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് നമ്മൾ കരുതണം.
അങ്ങ് ആദ്യഘട്ടത്തിൽ പറഞ്ഞു അത് വിശ്വാസം, ഓരോരുത്തരുടെ ചിന്തയുടെയും വിശ്വാസത്തിന്റെയും ഒക്കെ ഭാഗമാണെന്ന്. അങ്ങനെ വരുമ്പോൾ പോലും കൂടോത്രം എന്നുള്ളത് അപ്പോൾ വിശ്വസിക്കാവുന്ന ഒന്നാണ് എന്ന് അങ്ങും അറിയാതെ സമ്മതിക്കുകയാണോ? അതോ കൂടോത്രം വ്യക്തിപരമായി വിശ്വാസം എന്നാണോ അന്ധവിശ്വാസം എന്നാണോ അങ്ങ് കാണുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. അതായത് വിശ്വാസവും അന്ധമായ വിശ്വാസവും എന്ന് വെച്ചാൽ അന്ധവിശ്വാസമല്ല, ഏതെങ്കിലും ഒരു വിഷയത്തിൽ അന്ധമായിട്ട് വിശ്വസിക്കുക. അപ്പോൾ നമ്മുടെ ചില രാഷ്ട്രീയ കക്ഷികളിൽ തന്നെ ചില നേതാക്കളിൽ അന്ധമായിട്ട് ചില സഹപ്രവർത്തകർ വിശ്വസിക്കാറില്ലേ, അതുപോലത്തെ വിശ്വാസം, അതാണ് അന്ധവിശ്വാസം എന്ന് ഞാൻ കരുതുന്നത്. കൂടോത്രത്തിൽ ആരും വിശ്വസിക്കുന്നില്ല, അതായത് നല്ല രാഷ്ട്രീയക്കാരൻ കൂടോത്രത്തിൽ വിശ്വസിക്കില്ല, അതാണ് എൻ്റെ കാര്യം. ആഗ്രഹമില്ല നേതാക്കളല്ല എന്ന് കൂടി പറയുമോ? അതോ ഞങ്ങൾ അതിൽ നിന്ന് വായിച്ചെടുക്കണോ? എങ്ങനെയാ? അല്ല, എന്തിനാണ് വായിച്ചെടുക്കാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കേട്ടാൽ പോരെ. രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു എനിക്ക് കൂടോത്രത്തിൽ വിശ്വാസമുണ്ട്. കോൺഗ്രസിൽ ഒരുപാട് നേതാക്കളുണ്ട്. ഏതെങ്കിലും നേതാവ് അദ്ദേഹത്തിന് കൂടോത്രത്തിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, പാർട്ടിയുടെ അഭിപ്രായം അല്ല. രണ്ടാമത്തെ കാര്യം, രാഷ്ട്രീയ പാർട്ടി എങ്ങനെ, ഒരു സെക്യുലറിസ്റ്റ് പാർട്ടി എങ്ങനെ വെച്ചുകൊണ്ടിരിക്കും? വീണ്ടും സീറ്റ് കൊടുക്കുകയും വിജയിപ്പിക്കുകയും പാർലമെന്റിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ടല്ലോ, അതെങ്ങനെ സാധ്യമാകും? ഇപ്പോൾ താങ്കൾ ഇവിടെ പറഞ്ഞതുപോലെ ഇത്തരം ഒരുപാട് അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മുക്തി നേടിയ ഒരു നാടല്ലേ ഇപ്പോൾ സതിയിൽ വിശ്വസിച്ചിരുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അത് തുടർന്ന് പൊക്കോട്ടെ എന്ന് നമ്മൾ കരുതിയില്ലല്ലോ. അപ്പോൾ ഇത്തരം അനാചാരങ്ങൾ വിശ്വസിക്കുന്ന ഒരാൾ, അത് വ്യക്തിപരമല്ല, അത് വ്യക്തിപരമായി നിൽക്കും. എവിടെ വരെ അദ്ദേഹം സമൂഹത്തിനോടോ കടപ്പാടുള്ള ആളല്ലെങ്കിൽ, ഇവിടെ ഒരു പൊതുപ്രവർത്തകന്റെ കാര്യം അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് വീണ്ടും വീണ്ടും കോൺഗ്രസ് ടിക്കറ്റ് കൊടുക്കുന്നത്, ചേർത്ത് പിടിക്കുന്നതും ഒക്കെ? അതായത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയിലെ എല്ലാ നേതാക്കളുടെയും വിശ്വാസവും അന്ധവിശ്വാസവും ഏതെങ്കിലും പാർട്ടി നേതൃത്വത്തിന് കൃത്യമായിട്ട് അറിയുമോ? എന്തുകൊണ്ടാണ് പാലക്കാട് CPM-ൻ്റെ പ്ലീനമെടുത്ത അന്ധവിശ്വാസത്തെക്കുറിച്ചുള്ള തീരുമാനം ഇന്നേ വരെ നടപ്പാക്കാത്തത്? എന്തുകൊണ്ടാണ് അന്ധവിശ്വാസത്തിനെതിരായ ബില്ല് നമ്മുടെ പത്തനംതിട്ടയിലെ ഒരു നരബലിക്ക് ശേഷം ഇപ്പം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വന്നിട്ട് എന്താ കൊണ്ടുവരാത്തത്? അപ്പോൾ അത് ചർച്ച ചെയ്യണം, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യേണ്ടി വരും. നിങ്ങൾ രണ്ടുപേരെ, ശ്രീ കുഞ്ഞിക്കണ്ണനും ശ്രീ ജേക്കബും രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളാണ്. അവർ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ തിരിച്ചു വരാം. രാജ്മോഹൻ ഉണ്ണിത്താൻ കൂടോത്രത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ വിശ്വാസം തെറ്റാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. കോൺഗ്രസ് നേതൃത്വത്തിനും അതുതന്നെയായിരിക്കും ഉണ്ടാവുക. അവർ അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് നിങ്ങൾ അദ്ദേഹത്തിനെ ആ ഒരു വിശ്വാസത്തിനെ തിരുത്താൻ ശ്രമിക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. സുധാകരൻ ഇതിലൊന്നും പെട്ടിട്ടില്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കുഴിച്ചെടുത്തുള്ള ശരിയാണ്. ഇവിടെ ശ്രീ കുഞ്ഞിക്കണ്ണൻ ചോദിച്ചു KPCCക്ക് വേണ്ടിയാണ് പറയുന്നതെങ്കിലെന്ന്. ശരിയാണ്, KPCCയെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ഒരു പക്ഷപാതമുള്ള പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, KPCC കോൺഗ്രസിൻ്റെ ചില ശാശ്വതമായ തീരുമാനങ്ങളുണ്ട്. അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും അയിത്തത്തിനും പ്രാകൃത വിശ്വാസങ്ങൾക്കും എതിരായ തീരുമാനമാണത്. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ദുർമന്ത്രവാദം നിലവിലുണ്ടില്ലേ? ഈ ദുർമന്ത്രവാദം എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ ഒരു ദുർമന്ത്രവാദിയെ വിളിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് മകളുടെയോ മകൻ്റെയോ ഭാര്യയുടെയോ ഒക്കെ ആ ഒരു പ്രേതബാധ അകറ്റണമെന്ന് പറയുമ്പോൾ മന്ത്രവാദി എന്തു ചെയ്യും? ചൂരൽ കൊണ്ട് ആ ദേഹത്ത് അടിച്ചിട്ട് അയാൾ എന്താ പറയുന്നത്? ഞാൻ ഇയാളെ രക്ഷപ്പെടുത്താൻ പോവുകയാണ്, ഇയാളുടെ ദേഹത്തു നിന്നും ബാധ ഒഴിപ്പിക്കാൻ പോവുകയാണ്, ഞാൻ രക്ഷാപ്രവർത്തനം നടത്താൻ പോവുകയാണ് എന്നാണ് ആ മന്ത്രവാദി പറയുന്നത്. അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ആളുകളെ വിളിച്ചു വരുത്തിട്ട് അയാളെ ഇല്ലായ്മ ചെയ്യാൻ, അയാളുടെ തലയ്ക്ക് 2 അടി കൊടുത്തിട്ട് ഇത് നിങ്ങളെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാലോ? ഇതൊക്കെ കൂടോത്രത്തിൻ്റെ മറ്റൊരു ഭാഗമായിട്ട് നമ്മൾ കാണണം ശ്രീമതി അസിത. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് അദ്ദേഹം തമാശയ്ക്കാണെങ്കിലും പറഞ്ഞു തിരുവിതാംകൂർ. ആയിക്കോട്ടെ, എന്ത് തിരുവിതാംകൂർ? നമ്മൾ ഈ കാലത്ത് മലബാറിലൊരു നേതാവുണ്ട്, തിരുവിതാംകൂറിലൊരു നേതാവുണ്ട്, അല്ലെ മധ്യ തിരുവിതാംകൂറിലെ നേതാവുണ്ട്, അങ്ങനെയാണോ പറയുക? ഈ ജേക്കബ് ജോർജ് സൂചിപ്പിച്ച വ്യക്തി ഇപ്പോൾ കോൺഗ്രസ്സിലില്ല, ആ പറഞ്ഞ ആളിപ്പോൾ കോൺഗ്രസ്സിലില്ല. അപ്പോൾ കോൺഗ്രസ്സിലില്ലാത്തവർ കോൺഗ്രസ്സിലുള്ളവരെ കുറിച്ച് പറഞ്ഞാൽ അതിലെന്താ വിലയുള്ളത്? ഇപ്പോൾ ശ്രീ കുഞ്ഞിക്കണ്ണൻ CPM-നെ കുറിച്ച് പറയുമ്പോൾ നമുക്കതിനെക്കുറിച്ച് കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ് വിശ്വസിക്കാം. നേരെ മറിച്ച് അദ്ദേഹം പാർട്ടിയിലില്ലാത്തൊരവസ്ഥയിൽ അദ്ദേഹം CPM-നെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുക? അതുപോലെയാണത്. പിന്നെ മറ്റൊരു കാര്യം, KPCCയുടെ തീരുമാനമുണ്ട്. എന്ത്? അന്ധവിശ്വാസത്തിനെതിരാണ്, അനാചാരങ്ങൾക്കെതിരാണ്. അതുകൊണ്ടാണ് ശ്രീ കുഞ്ഞിക്കണ്ണനും രമേശ് ചെന്നിത്തല മന്ത്രിയായിരിക്കുന്ന സമയത്ത് അസംബ്ലിയിൽ
ഇത്തരത്തിലൊരു ബില്ല് കൊണ്ടുവന്നു. അല്ല, അത് നമുക്ക് പൈലറ്റ് അതിനെ ചെയ്ത കുറിച്ച് രമേശ് സംസാരിക്കാം. ചെന്നിത്തലയാ. നോക്കൂ, ഓർമ്മയുണ്ടാവില്ല ആർക്കും. KPCC അത് പക്ഷേ ഭരണം മാറി. ഈ കൂടോത്രം എന്നുള്ളത് നമുക്ക് അന്ധവിശ്വാസത്തിന്റെ പരിധിയിൽ പെടുത്താം. അതേ KPCC പ്രസിഡന്റിന്റെ വീട്ടിൽ കൂടോത്രം കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന MP പോയി പറയുമ്പോൾ, എന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു ദുർമന്ത്രവാദിയെ വിളിച്ച് അതങ്ങ് കുഴിച്ചെടുക്കാം എന്ന് കരുതുന്ന KPCC പ്രസിഡന്റ് അപ്പോൾ ആ അന്ധവിശ്വാസത്തിൽ വിശ്വസിക്കുകയല്ലേ ചെയ്യുന്നത്? ഒന്ന്. രണ്ട്, അത് കുഴിച്ചെടുക്കുന്ന മാത്രമല്ല അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ, അത് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം പറയുന്നു ജീവൻ പോകാതിരുന്നത് ഭാഗ്യം, എന്റെ കാലിന് പ്രശ്നമുണ്ട്, തലയ്ക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ അതിൽ വിശ്വസിക്കുന്നുണ്ട്. അതേ KPCC അല്ലേ അതിനെ തള്ളി പറയുന്നത്? അതേ KPCCയുടെ തലപ്പത്തിരിക്കുന്നു K സുധാകരൻ. ഇതെല്ലാം കൂടി അങ്ങോട്ട് കണക്ട് ആവുന്നില്ല N ശ്രീകുമാർ. അവിടെയാണ് പ്രശ്നം. കോൺഗ്രസിന്റെ ഇതിലെ നയം എന്താണ് എന്നുള്ളത് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് അങ്ങ് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ നയത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ എങ്ങനെയാണ് ഇങ്ങനെ സംരക്ഷിക്കാൻ കഴിയുന്നത്? അല്ലാതെ ഇവിടെ ഇരിക്കുന്ന അസിതയ്ക്കും ജേക്കബ് ജോർജിനും കുഞ്ഞിക്കണ്ണനും അത് കണക്റ്റ് ആവില്ല. ഇത് കേൾക്കുന്നവർക്ക് ഒരുപക്ഷെ ചെറുതായിട്ടൊന്ന് കണക്റ്റ് ആവും, മറ്റുള്ളവർക്കും കണക്റ്റ് ആവും. അതായത് ഞാൻ പറയട്ടെ, നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണ്? സുധാകരനും അതുപോലെ തന്നെ കുഞ്ഞിക്കണ്ണനും പത്രസമ്മേളനം വിളിച്ചിട്ടാണോ പറഞ്ഞത് എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കൂടോത്രം കണ്ടെടുത്ത് ഉണ്ണിത്താൻ ഒപ്പം ഉണ്ടായിരുന്നു, എൻ്റെ കാലിന് കേടുപറ്റിയെന്നൊക്കെ അദ്ദേഹം പറഞ്ഞ? അത് ഒരു നർമ്മ സംഭാഷണം. അവരുടെ വീട്ടിൽ നിന്ന് നമ്മളൊക്കെ ഏതെങ്കിലും സ്വകാര്യ പരിപാടിക്ക് പോകുമ്പോഴേ നമ്മൾ ചില സംഭാഷണം ചില വർത്തമാനങ്ങൾ പറയുമ്പോഴേ ചിലപ്പോൾ എൻ്റെ കാല് പോവും, എൻ്റെ തല പോകാൻ്റെ ഭാഗ്യം എന്നൊക്കെ എല്ലാവരും പറയും. അത്രേ ഉള്ളതിൽ. അല്ലാണ്ടത് KPCC പ്രസിഡന്റ് KPCC ആഫീസായി ഇന്ദിരാഭവനിലെ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞ പോലെ ഉണ്ടല്ലോ അസിത പറയുന്നത് കേൾക്കുമ്പോൾ. നോക്കൂ അസിത, നിങ്ങൾ എത്ര ശ്രമിച്ചാലും, നിങ്ങളെന്ന് എന്താ വെച്ചാൽ കോൺഗ്രസ് വിരുദ്ധ വിഭാഗങ്ങൾ എത്ര ശ്രമിച്ചാലും ശരി കൂടോത്രത്തെ കോൺഗ്രസിൽ കൊണ്ട് കെട്ടിത്തൂക്കാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞു വന്നതിലേക്ക് പറയാം. അത് നിർത്താൻ പറ്റില്ല. കാരണം രമേശ് ചെന്നിത്തല ഇങ്ങനൊരു ബില്ല് കൊണ്ടുവന്നപ്പോൾ അത് ഗവൺമെൻറ് മാറി. പിന്നെ വന്ന ഗവൺമെൻറ് 8 വർഷമായി ഭരിക്കുക. എന്താ ബില്ല് കൊണ്ടുവരാത്തത്? അന്ധവിശ്വാസത്തിനെതിരായ ബില്ലെന്താ കൊണ്ടുവരാത്തത്? കാരണം എല്ലാ പാർട്ടിയിലും വിശ്വാസവും അന്ധമായി വിശ്വസിക്കുന്നവരും പ്രാകൃതമായി വിശ്വസിക്കുന്നവരുമുണ്ട്. ഈ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത് അതാണ്. അങ്ങനെ ഇതിൻ്റെയൊക്കെ അർത്ഥം അന്തിമ വിശകലനം ഉന്മൂലനമാണല്ലോ. ശത്രു സംഹാരം, ഉന്മൂലനം. അത് ഏത് രീതിയിൽ വേണേൽ ഉന്മൂലനം ചെയ്യാം. വെട്ടിക്കൊല്ല, കുത്തിക്കൊല്ല, വെടിവെച്ച് കൊല്ലാം, എങ്ങനെ വേണേൽ കൊല്ലാം. കൂടോത്രം ചെയ്ത് കൊല്ലാമെന്ന് ഏതെങ്കിലും മണ്ടൻ ധരിച്ചാൽ അങ്ങനെയും കൊല്ലാം. പക്ഷേ ആൾ മരിക്കില്ലെന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ രാഷ്ട്രീയ കക്ഷികളുടെ നിലപാട് ഇവിടെ പ്രസക്തമാണ്. രാഷ്ട്രീയ കക്ഷികളുടെ നിലപാടെന്ന് പറയുമ്പോൾ CPM വ്യക്തമാക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ശ്രീ കുഞ്ഞിക്കണ്ണൻ വ്യക്തമാക്കണം. നിങ്ങൾ പാലക്കാട് പ്ലീനത്തിലെടുത്ത വിശ്വാസത്തെക്കുറിച്ചുള്ള അന്ധവിശ്വാസത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടം വരെയായി. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ അന്ധവിശ്വാസത്തിനെതിരായ ബില്ല് നമ്മുടെ പത്തനംതിട്ടയിലെ വിശ്വസിക്കാത്തത്? അപ്പോൾ അന്ധവിശ്വാസം പാടില്ല എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകൾ ഇതിന്റെ വക്താക്കളാകുമ്പോൾ കോൺഗ്രസിന് പ്രശ്നമില്ല. അത് എനിക്ക് അതിൽ വ്യത്യാസം മനസ്സിലാകുന്നില്ല കേട്ടോ. അങ്ങിപ്പോൾ അന്ധവിശ്വാസത്തിനെതിരെ ബില്ല് പാസ്സാക്കുന്നതിനെ കുറിച്ചും നിയമം വരുന്നതിനെ കുറിച്ചും ഒക്കെ ചോദിക്കുന്നു. അപ്പോൾ അത് അന്ധവിശ്വാസം അല്ലേ? CPM അതിൽ ഒരു ആക്ട് എടുത്തില്ലെങ്കിൽ അത് അന്ധവിശ്വാസം. പക്ഷേ അന്ധവിശ്വാസത്തിനെതിരായ കോൺഗ്രസുകാർ അതുമായി മുന്നോട്ട് പോകുമ്പോൾ അത് വിശ്വാസം. അങ്ങനെയാണോ? എൻ്റെ ശ്രീമതി അസിത, അതായത് ഏത് നേതാവാ പറഞ്ഞത് ഞങ്ങൾ കൂടോത്രത്തിൻ്റെ കൂടെയാണെന്ന്? ഒരു വ്യക്തി പറഞ്ഞു, രാജ്മോഹൻ ഉണ്ണിത്താൻ തുറന്നു പറഞ്ഞു അദ്ദേഹം കൂടോത്രത്തിൽ വിശ്വസിക്കുന്നു. കോൺഗ്രസ് അദ്ദേഹത്തെ തിരുത്തണം. കാരണം കൂടോത്രത്തിൽ നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. വിശ്വാസത്തിനൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. ഏത് നേതാക്കള്? K സുധാകരൻ. നിങ്ങൾ വെറുതെ നേതാക്കളെ, ഞാനല്ലേ പറയുന്നത് രാജ്മോഹൻ ഉണ്ണിത്താന്റെ കാര്യം. കാരണം അദ്ദേഹം അല്ല ശരി, ഞാനിപ്പോൾ K സുധാകരന്റെ പേര് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ശ്രീ ജേക്കബ് ജോർജ് നേരത്തെ പറഞ്ഞില്ലേ KM മാണിയുടെ വീട്ടിൽ പോയി ഇത് കുഴിച്ചെടുത്ത് തരാമെന്ന് പറയുമ്പോൾ KM മാണി എന്താണ് പറഞ്ഞത്? അത് വേണ്ട എന്ന് പറയുന്നു. പക്ഷെ K സുധാകരൻ തല പോകാത്തത് ഭാഗ്യമായി എന്ന് പറയുന്നു. അതിനുശേഷം പലയിടത്തും കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറയും. മറ്റൊരു കാര്യം കൂടി നോക്കൂ, നമ്മൾ ഇപ്പോൾ കാണുന്നത് ഈ ദൃശ്യം മാത്രമാണ്. KPCC ഓഫീസിലും ദില്ലിയിലെ അദ്ദേഹത്തിന്റെ വസതിയിലും ഒക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് K സുധാകരൻ എങ്കിൽ അവിടെ നിന്നും ഇതൊക്കെ കുഴിച്ചെടുത്തിട്ടുണ്ടാകണമല്ലോ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അയ്യോ, ഞാൻ ഇതിനൊക്കെ എങ്ങനെ ഉത്തരം പറഞ്ഞത്? നിങ്ങൾ ഈ കൂടോത്രത്തെക്കാട്ടിലും കഷ്ടമാണല്ലോ അസിത നിങ്ങളുടെ ചോദ്യങ്ങൾ. അതായത് കൂടോത്രം എന്ന് പറയുന്ന സാധനം എന്താണ്? ഒരു മരമണ്ട സാധനം, തനി മണ്ടത്തരം. അല്ലല്ലല്ല, അയ്യോ, അല്ല എന്താ അവിടെ ആ പ്രശ്നം.
കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉത്തരം എന്നിൽ നിന്ന് വരാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ സത്യസന്ധമായ രാഷ്ട്രീയത്തെ അതുകൊണ്ടല്ല, അങ്ങ് നല്ല കണ്ണിങ്ങായ ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നത് കൊണ്ട് കൂടിയാണ് ശ്രീ എൻ ശ്രീകുമാർ. ഞാൻ ഇപ്പോഴും ഉണ്ടല്ലോ, അത് മറ്റൊരു വ്യക്തിപരമായ കാര്യമാണ്, എങ്കിലും ഞാൻ പറയാം, ഇതിന്റെ സാന്ദർഭികമായി പറയാം. ഞാൻ ഇപ്പോഴും അങ്ങിൽ കാണുന്ന, അങ്ങ് എൻ്റെ ഒരു ചർച്ചയ്ക്കുണ്ടെങ്കിൽ എനിക്കറിയാം ഏറ്റവും വിദഗ്ധമായി അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ, അത് പറയാതിരിക്കാൻ കഴിവുള്ള ഒരാളാണ് അങ്ങ്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ അതിനെ പ്ലസ് ആയി കൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും അങ്ങിൽ നിന്ന് വരില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ പ്രശ്നം അങ്ങ് തന്നെ സ്വീകരിക്കുന്ന ചില നിലപാടിലാണ്. ഇപ്പോൾ CPIM ആ വിഷയത്തിലെടുത്ത നിലപാട് എന്താണ്, ആ ബില്ല് എന്തുകൊണ്ട് പാസ്സാക്കാൻ സാധിക്കുന്നില്ല എന്ന് അങ്ങ് ചോദിക്കുമ്പോൾ അന്ധവിശ്വാസത്തെ CPIM എതിർത്തില്ലെങ്കിൽ അതിനൊരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നു. മറു സൈഡിൽ അങ്ങ് പറയുന്നു കോൺഗ്രസ് ഇതിനെതിരാണ് എന്ന് പറയുന്നു. പക്ഷെ അതിലെ കോൺഗ്രസിലെ തന്നെ നേതാക്കൾ ഇതുമായി മുന്നോട്ട് പോകുമ്പോൾ അത് അവരുടെ വിശ്വാസമല്ലേ എന്ന് അദ്ദേഹം അങ്ങ് ചോദിക്കുകയും ചെയ്യുന്നു. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, ഒരു വൈരുദ്ധ്യമുണ്ട്. ഞാൻ മടങ്ങി വരാം, ഞാൻ ശ്രീ KT ഒന്ന് പോകട്ടെ. ശ്രീ KT, ഞാനിപ്പോൾ അവസാന ഭാഗം പറഞ്ഞത് തന്നെയാണ് എനിക്ക് അങ്ങനെയുള്ള ചോദ്യവും. ഇവിടെ ഇപ്പോൾ ഈ ഇലന്തൂർ നലബരി വന്ന സമയത്താണ് നമ്മൾ അതിനെ ഒരു അന്ധവിശ്വാസങ്ങൾക്കെതിരായി നിയമം എന്ന തരത്തിൽ നിയമസഭയിൽ തന്നെ അതിനെ കൊണ്ടുവരാമെന്നുള്ള ചർച്ചയൊക്കെ നടക്കുന്നത്. അത് പിന്നീട് എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന് എൻ ശ്രീകുമാർ ചോദിക്കുന്നു. അതിന് പിന്നാലെ അദ്ദേഹം അതിന് ഉത്തരമായി കാണുന്നത് ഈ വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും എങ്ങനെ വേർതിരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു പരിധിവരെ CPIM അതിനോട് കോംപ്രമൈസ് ചെയ്തു. അതേ CPIM ഇപ്പോൾ K. സുധാകരൻ ഇങ്ങനെ ഒരു കാര്യം കാണുമ്പോൾ അതിൽ പ്രശ്നമുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. അവിടെ ഒരു പ്രശ്നമുണ്ടെന്നാണ് ശ്രീ എം ശ്രീകുമാർ പറയുന്നത്. അല്ല, ശ്രീകുമാർ ഇവിടെ അഷിത പറഞ്ഞ പോലെ തന്നെ വളരെ ബുദ്ധിപരമായി ചർച്ചയിൽ ഇടപെടുന്ന ഒരാളാണ്. ആ കാര്യത്തിൽ അദ്ദേഹം കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്ന പല ദോഷങ്ങളെയും അദ്ദേഹത്തിന് എന്താവും ചർച്ചയിൽ അതിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറാൻ കഴിയും. ഇപ്പോൾ കോൺഗ്രസ് പോലുള്ളൊരു പാർട്ടി ശ്രീകുമാർ പറയുന്നത് പോലെ ഈ കൂടോത്രം പോലുള്ള മണ്ടത്തരത്തിൽ വിശ്വസിക്കാൻ പാടില്ല. അതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. കോൺഗ്രസ് ഒരു മതനിരപേക്ഷ പാർട്ടിയാണ്. അവർ ഇത്തരം റിവൈവലിസ്റ്റ് പ്രവണതകളെ, നമ്മുടെ സമൂഹത്തിൽ പ്രാചീന കാലഘട്ടത്തിലുണ്ടായിരുന്ന ഇത്തരം ആഭിചാരക്രിയകളെ ഈ കാലത്ത് പുനരുജ്ജീവിപ്പിക്കുകയും അതിനെ രാഷ്ട്രീയ മണ്ഡലത്തിലെ തങ്ങളുടെ എതിരാളികളെപ്പോലും തകർക്കാൻ കൂടോത്രം ഉപയോഗിക്കുന്നു. മിസ്റ്റർ DK ശിവകുമാർ, ഇത് കേരളത്തിലെ മാത്രം പ്രശ്നമല്ല അഷിത. DK ശ്രീകുമാർ എന്താ പറഞ്ഞത്? കേരളത്തിലൊരു ക്ഷേത്രത്തിൽ വെച്ച് കേരളീയ സമൂഹത്തെയും കേരള ക്ഷേത്രങ്ങളെ അദ്ദേഹം അപമാനിച്ചു. മൃഗബലി നടന്നു എന്നാണ്. എന്തിനു വേണ്ടി? ശത്രുസംഹാരത്തിനുള്ള ഭൈരവ പൂജക്ക്. ആരെ? കോൺഗ്രസിൻ്റെ, ദക്ഷിണേന്ത്യയിലെ കോൺഗ്രസിൻ്റെ വളർച്ചയ്ക്ക് പ്രതി DK ശ്രീകുമാറിനെ തകർക്കാനായിട്ട് ഇവിടെ ഭൈരവ പൂജ നടന്നു. ഇവിടെ ഒരു ക്ഷേത്രത്തിലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അദ്ദേഹം ഒരു പ്രത്യേക ക്ഷേത്രത്തെ സൂചിപ്പിച്ചാണ് സംസാരിച്ചത്. മാധ്യമങ്ങളെല്ലാം അത് വലിയ രീതിയിൽ ഫ്ലാഷ് ചെയ്തു. നമ്മളെല്ലാം ആ ദിവസം ആ വിഷയങ്ങൾ സംസാരിക്കേണ്ടി വന്നു. യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി വലിയൊരു വിഭാഗം രാജ്യത്ത് വളർന്നു വന്നിരിക്കുന്ന ഹൈന്ദവ റിവൈവലിസത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തങ്ങളുടെ പാർട്ടി പരിപാടിയുടെ ഭാഗമാക്കുകയാണ്. DK ശിവകുമാർ മാത്രമല്ല, SM കൃഷ്ണ കർണാടകയിൽ കോൺഗ്രസിനെ നയിച്ചിരുന്ന കാലത്ത് അവിടെ AICCയുടെ ഒരു സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൻ്റെ വർഷം ഞാൻ ഓർമ്മിക്കുന്നില്ല. ആ സമ്മേളന നഗരി ആ പന്തലൊക്കെ തയ്യാറായി കഴിഞ്ഞതിന് ശേഷം അവിടെ ആദ്യം നടന്നത് വലിയൊരു ഹോമമാണ്. അപ്പം ദേശീയ മാധ്യമ പ്രതിനിധികൾ ചോദിച്ചു, എന്താണ് SM കൃഷ്ണ ഇങ്ങനെ ഒരു ഹോമം നടക്കുന്നത്? അപ്പോൾ SM കൃഷ്ണ അതിന് നൽകിയ മറുപടി എന്താണ്? ഇവിടെ വരുന്ന നേതാക്കളുടെ രാഷ്ട്രീയ ഭാവിക്ക് ദോഷങ്ങൾ ഈ സ്ഥലത്തിൻ്റെ ദോഷങ്ങൾ കൊണ്ട് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഈ സ്ഥലത്തിൻ്റെ സർവ്വ ദോഷങ്ങളും പരിഹരിക്കാനാണ് ഇങ്ങനെ ഒരു ഹോമം നടത്തുന്നത് എന്നാണ്. ഇതൊക്കെ ഈ 21-ാം നൂറ്റാണ്ടിലാണ്, 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലുമൊക്കെയാണ് നമ്മുടെ ഇതുപോലുള്ളൊരു സമൂഹത്തിൽ സംഭവിക്കുന്നത് എന്നത് മാത്രമല്ല, അത് ഒരു പാർട്ടിയുടെ, കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു അജണ്ടയിൽ ഇത്തരം കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ്. DK ശിവകുമാറിൻ്റെ ഈ ശത്രു സംഹാരത്തിനുള്ള ഭൈരവ പൂജ കേരളത്തിൽ നടന്നു എന്നുള്ള പ്രശ്നത്തിൽ ശ്രീകുമാറിൻ്റെ നിലപാട് എന്താണ്? അപ്പം നമ്മൾ കാണേണ്ടത് പൊതുവായ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ വളർത്തിക്കൊണ്ടുവരുന്നത് മതനിരപേക്ഷമായ ഒരു സമൂഹത്തെ, മതനിരപേക്ഷമായ ഒരു രാഷ്ട്രസ്വത്വത്തെ തകർക്കാനുള്ള ഹിന്ദുത്വ അജണ്ടയിൽ നിന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഹിന്ദുത്വ അജണ്ടയോട് മൃദുസമീപനമെടുക്കുന്ന കോൺഗ്രസിൻ്റെ സമീപനമാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെയും കോൺഗ്രസിൻ്റെ PCC അധ്യക്ഷന്മാർ വരെയുള്ള നേതാക്കളെയും എവിടെ എത്തിക്കുന്നത്. ഇതിലൊന്നും ഒരു തെറ്റില്ല, കുഴപ്പമില്ല. അതിനെ ന്യായീകരിക്കുകയാണ് ശ്രീകുമാർ. ഇത് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്, അത് സുധാകരൻ്റെ വിശ്വാസമാണ്. അപ്പോൾ അക്ഷിത ശ്രീകുമാറിനോട് ചോദിക്കുന്നു, ഈ വിശ്വാസം അന്ധവിശ്വാസമല്ലേ? ഈ കൂടോത്രം പോലുള്ളതൊരു വിശ്വാസമായി കരുതാൻ കാണുമോ? അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? അത് മണ്ടത്തരമാണ്. ആ മണ്ടത്തരമാണ് എന്ന് എന്തുകൊണ്ട് സതീശൻ പറയുന്നില്ല? എന്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നില്ല? അങ്ങനെ പറയണ്ടേ? നിങ്ങൾ തള്ളിക്കളയണ്ടേ? ഇത് അബദ്ധമാണ്.
ഇത് ഒരു ആധുനിക കാലത്ത് ഒരു പരിഷ്കൃത സമൂഹത്തിനും അംഗീകരിക്കാനാവുന്നതല്ല എന്ന് പറയണ്ടേ? ഇത്തരം വിഡ്ഢിത്തരങ്ങൾ പുലമ്പുന്ന ഇത്തരം വിഡ്ഢിത്തങ്ങൾ ഇപ്പോൾ കെ സുധാകരൻ നമ്മുടെ ഇതുപോലൊരു സമൂഹത്തിനകത്തുള്ളൊരു പ്രത്യേകത എന്താണ്? സാധാരണ ജനങ്ങൾക്കിടയിൽ ഇത്തരം വിശ്വാസങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുക? കെ സുധാകരനൊക്കെ ഇതാകാമെങ്കിൽ എന്തുകൊണ്ട് നമുക്കായിക്കൂടാ? അപ്പോൾ സമൂഹത്തിൽ സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒരു നവീകരണ പ്രക്രിയയെ, ആധുനികതയിലേക്കുള്ള ഒരു പരിഷ്കരണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ് ഈ സമുന്നത രാഷ്ട്രീയ നേതാക്കളുടെ കൂടാത്ര പരിപാടി, ദുർമന്ത്രവാദ പരിപാടി. ആ രീതിയിൽ കൂടി ആ വിഷയത്തെ കാണാൻ തയ്യാറാകണം. പിന്നെ ഇവിടെ അക്ഷിത ചോദിച്ച അതൊരു ഗുരുതരമായ പ്രശ്നമല്ലേ? ഇതിൽ കോൺഗ്രസ് നേതാക്കൾ എന്തിനു പ്രതികരിക്കണമെന്ന് എൻ ശ്രീകുമാർ ചോദിക്കുമ്പോൾ ഈ വിഷയത്തിൽ അങ്ങനെ ഒരു ശക്തമായ നിലപാടെടുക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുന്നില്ല എങ്കിൽ ഇതിനെ പോകെ നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു രീതിയിലേക്ക് ഇത് മാറുമോ? ഇതിനോടകം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ എത്രയോ മുൻപ് പറഞ്ഞതാണ് എനിക്ക് കൂടോത്രത്തിൽ വിശ്വാസമുണ്ട്. അങ്ങനെ ഒരാൾ ഇപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നു കോൺഗ്രസ് നേതൃത്വം എന്നുള്ളിടത്ത് പൊളിറ്റിക്കലി അതിൽ ഇങ്ങനെ ഒരു പ്രശ്നമില്ലേ? ഒരു പുരോഗമന സമൂഹത്തിലാണ്. ഇനി മറ്റൊരു തമാശ കൂടി ഇതിനോട് ചേർത്ത് ഞാൻ പറയാം. രാജ്മോഹൻ ഉണ്ണിത്താന്റെ മകൻ അല്പം മുമ്പ് ഫേസ്ബുക്കിലൂടെ വെല്ലുവിളിച്ചിട്ടുണ്ട്, കൂടോത്രത്തിൽ വിശ്വസിക്കുന്നവർ എനിക്കെതിരെ കൂടോത്രം ചെയ്തൊന്ന് തെളിയിക്കൂ എന്ന്. അങ്ങനെയാണെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ മകൻ സ്വന്തം അച്ഛനോടാണോ മകനെതിരെ കൂടോത്രം ചെയ്യുന്ന വെല്ലുവിളിക്കുന്നത്? വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ ആളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. എനിക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ മകനുമായിട്ട് നല്ല പരിചയമില്ല. അദ്ദേഹത്തിൻ്റെ മുമ്പ് എന്തോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായിരുന്നു എന്ന് മാത്രമേ അറിയുള്ളൂ. അത് പോകട്ടെ. ഞാൻ ഈ അസിത ചോദിച്ചതിന് ഒരു മറുപടി എനിക്ക് ഒറ്റവാചകത്തിലേ പറയാൻ പറ്റൂ. അത് കെ സുധാകരനെതിരെ ഈ കൂടോത്രം സംബന്ധിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ആർക്കെങ്കിലും, ഞാൻ പ്രത്യേകം പറയുന്നു, കെ സുധാകരനെതിരെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊരു പ്രസ്താവന നടത്താൻ ധൈര്യമില്ല. ശ്രീകുമാർ വേണമെങ്കിൽ എന്നെ എതിർത്തോ. എനിക്ക് സിമ്പിളായിട്ട് ഒറ്റ വാചകത്തിലേ അതിന് മറുപടിയുള്ളൂ. അതിനുള്ള ധൈര്യം കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കിന്നില്ല എന്നാണ് എൻ്റെ ഇന്നത്തെ അഭിപ്രായം. നാളെ അവർ പറയുവാണെങ്കിൽ ഞാൻ ഈ അഭിപ്രായം മാറ്റാം. അല്ല, എന്തെങ്കിലും പറഞ്ഞാൽ BJP-യിലേക്ക് പോകുമെന്നുള്ള കൂടിയാണോ? അങ്ങനെയാണോ? അല്ല, പല കാര്യങ്ങളും ഉണ്ടാവാം. BJP-യിലേക്ക് പോകാമെന്ന് മാത്രമല്ല, അത് അങ്ങനെയാണ് അതിൻ്റെ കേരള രാഷ്ട്രീയത്തിൽ. കോൺഗ്രസ് രാഷ്ട്രീയം ശ്രീകുമാറും ഞാനും ഒക്കെ രണ്ട് വശത്ത് നിന്നുകൊണ്ട് ദീർഘകാലം നമ്മൾ കണ്ടുകൊണ്ടിരുന്നതല്ലേ. ഞാനൊരു ഉദാഹരണം, വേറൊരു ഉദാഹരണം ഇന്ന് ഞാൻ കേട്ട ഒരു കഥയോടെ പറയാം. ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ്, ഒരു മുതിർന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് എന്നോട് പറഞ്ഞത്, ഇത് പണ്ടേ കോൺഗ്രസിനകത്ത് ഈ കൂടോത്ര പരിപാടിയുണ്ട്. അത് കരുണാകരനെതിരെ നടത്തിയ കുറേ കൂടോത്ര പരിപാടികളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അത് കോട്ടയം കേന്ദ്രമാക്കിയാണ് പറഞ്ഞത്. ഞാൻ ആരെയും ലക്ഷ്യം വെക്കുന്നില്ല, ആരെയും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനകത്ത് ശക്തമായ ഗ്രൂപ്പ് വഴക്ക് നടന്നുകൊണ്ടിരുന്നപ്പോൾ കെ കരുണാകരനെ താഴെയിറക്കാനോ കെ കരുണാകരനെ അസ്വസ്ഥതയുണ്ടാക്കാനോ അദ്ദേഹത്തെ ദുർബലനാക്കാനോ ഒക്കെയായിട്ട് പല ലക്ഷ്യങ്ങളും വെച്ചിട്ട് കൂടോത്രങ്ങൾ ചെയ്തിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരുപക്ഷെ അദ്ദേഹം കോട്ടയംകാരനാണ്, അതുകൊണ്ട് അദ്ദേഹം എന്നോട് ഉറപ്പിച്ച് പറഞ്ഞു. പക്ഷേ കെ കരുണാകരൻ അത് ഏറ്റില്ല. ഇത് രസകരമായൊരു കഥയാണ് അസിത. ഇത് സംഭവിച്ചതാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്നോട് വളരെ അതിൻ്റെ നേരിട്ട് കണ്ടറിഞ്ഞ ഒരാൾ, വളരെ ഉത്തരവാദപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞതാണ്. അപ്പം അദ്ദേഹം പറഞ്ഞത്, കെ കരുണാകരനെ ഈ കൂടോത്രമൊക്കെ ചെന്നിട്ട് കേൾക്കുന്നില്ല. അപ്പോൾ ഈ കൂടോത്രം നടത്തിയവരുണ്ടല്ലോ, ഈ കൂടോത്രക്കാരനെ പിടിച്ചു. എന്താടോ താനും ഇത്രയും കാലം ചെയ്തിട്ട് എന്താ ഒന്നും നടക്കാത്ത എന്താ? അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ അതൊക്കെ നോക്കി വെച്ചിരുന്നു, ഒന്നും കേൾക്കുന്നില്ല. അദ്ദേഹം ഇങ്ങനെ കൂടോത്രം പണ്ട് റോക്കറ്റൊക്കെ വിടുന്ന മാതിരി ഈ സ്കട്ട് മിസൈൽ ഉണ്ടല്ലോ അമേരിക്കയുടെ, ഒരു റോക്കറ്റ് വിട്ടാൽ 10 എണ്ണം വെച്ചിട്ട് അത് തകർത്ത് കളയും. അതേമാതിരി ഇദ്ദേഹത്തിൻ്റെ കൂടോത്രത്തെ തകർക്കുന്ന എന്തോ കരുണാകരനുണ്ട് എന്നാണ് അയാൾ പറഞ്ഞത്. അയാൾ പറഞ്ഞ ഇതാണ്, അദ്ദേഹം വലിയ ദൈവവിശ്വാസിയാണ്. എല്ലാ മലയാള മാസം 1-ാം തീയതി ഗുരുവായൂരിൽ പോയി, തലേന്നേ പോയി അവിടെ താമസിച്ച് ഗുരുവായൂരപ്പനെ ദർശിക്കുന്ന ആളാണ്. വെളുപ്പിനെ എണ്ണീറ്റ് പൂജ നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ദൈവിക ശക്തി ഭയങ്കരമാണ്. എൻ്റെ കൂടോത്രം ഏൽക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇത് കഥയാവാം, സംഭവിച്ചതാകാം, പക്ഷേ ഇങ്ങനെയൊരു സംഭവം നടന്നു എന്ന് ഒരു കോൺഗ്രസ്സുകാരൻ എന്നോട് പറഞ്ഞു എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. കരുണാകരനെ ഏൽക്കുന്നില്ല കാരണം ഈ കൂടോത്രത്തെക്കാൾ കൂടോത്ര, വ്യാജ, ഇതുപോലെയുള്ള അന്ധകാരത്തിൻ്റെ ശക്തികളേക്കാൾ ശക്തിയുള്ള ഒരു ദൈവികത അദ്ദേഹത്തിനുണ്ടായിരുന്നു, അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ്. പക്ഷേ കൂടോത്രം കൊണ്ട് നേരിടാം
എന്നാണ് ഉണ്ണിത്താൻ കഴിഞ്ഞ ദിവസങ്ങളിലെ അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിലൂടെ കേരളത്തെ പഠിപ്പിച്ചത്. എന്തുമാവട്ടെ, എനിക്കിതേക്കുറിച്ച് ഒന്നേ പറയാനുള്ളൂ. കൂടോത്രം എന്നത് ഭൂലോക തട്ടിപ്പാണ്. കോട്ടയത്തെ അയാളുടെ പരാജയം അയാൾ കരുണാകരൻ്റെ ഭക്തിയിൽ ചൂണ്ടിക്കാട്ടിയാണ്. പക്ഷേ ഇതൊന്നും ഏൽക്കുന്നതല്ല. ഇത് വിശ്വസിക്കുന്നത് അങ്ങേയറ്റം മൗഢ്യമാണ്, മണ്ടത്തരമാണ്, വിഡ്ഢിത്തരമാണ്. ഇത് ആണ് ജവഹർലാൽ നെഹ്റു, കുഞ്ഞിക്കണ്ണൻ മാഷ് പറഞ്ഞു ജവഹർലാൽ നെഹ്റു കോൺഗ്രസിനെ പഠിപ്പിച്ചത്. ഞാൻ ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം MA ജോൺ എന്ന മനുഷ്യനെ കൂടി ചേർക്കും. MA ജോൺ, ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിത് പറഞ്ഞാണ് ശ്രീകുമാരൻ കൂട്ടിരുന്ന ചർച്ചയിൽ. അദ്ദേഹം ക്യാമ്പുകളിൽ KUCക്കാരെ പഠിപ്പിച്ചത് നിങ്ങൾ സമുദായ നേതാക്കന്മാരുടെ തിണ്ണനിറങ്ങാൻ പോകരുത്, ഒരു ശക്തമായ ഒരു സംഘടന ആയിട്ട് സെക്കുലർ മതേതര ചിന്താഗതിയിൽ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ജനാധിപത്യത്തിൽ അടിസ്ഥാനമാക്കിയുള്ള ഒരു KUCവിനെയാണ് നാം വളർത്തിയെടുക്കേണ്ടത്. അങ്ങനെ പല നേതാക്കളെ ഇങ്ങനെ ഗ്രൂം ചെയ്ത് വളർത്തുകയായിരുന്നു സാക്ഷാൽ MA ജോൺ. MA ജോണിനെ പിന്നെ ആന്റണിയൊക്കെ വെട്ടി, അതൊക്കെ എനിക്കറിയാം. ഈ തിരുവനന്തപുരത്ത് നമ്മുടെ കൈരളിയുടെ തൊട്ടടുത്തുള്ള MLA ഹോസ്റ്റലിൽ ഒരു കാലഘട്ടത്തിൽ ഞാൻ നിരന്തരം അദ്ദേഹത്തെ കാണുമായിരുന്നു. കരുണാകരൻ അദ്ദേഹത്തെ സുരക്ഷിതനാക്കി, അദ്ദേഹത്തിന് അഭയം കൊടുത്തു, MLA ക്വാർട്ടേഴ്സിൽ മുറിയും കൊടുത്തു. അവിടെ വെച്ച് ഞാൻ കാണുമായിരുന്നു. പഴയ കാലത്ത് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹം സംസാരിച്ച കാര്യങ്ങൾ, KSUവിനെയും യൂത്ത് കോൺഗ്രസിനെയും എങ്ങനെയാണ് രൂപപ്പെടുത്തി വളർത്തിയെടുത്തത് എന്നൊക്കെ പറയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലിൽ ഒരിക്കലും അന്ധവിശ്വാസങ്ങൾക്കോ ഇതുപോലെയുള്ള കപടവിശ്വാസങ്ങൾക്കോ ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് കോൺഗ്രസിൽ, യൂത്ത് കോൺഗ്രസിൽ, KSUവിൽ ഇന്നും വിശ്വാസമുണ്ട് അസിത. പക്ഷേ ഞാൻ ചില നേതാക്കളെ മാത്രമേ കുറ്റപ്പെടുത്തുന്നുള്ളൂ. അത് ശരിയല്ല, അത് ശരിയല്ലെന്ന് പറയാനുള്ള തൻ്റെ ഇടം കോൺഗ്രസും കോൺഗ്രസ് നേതാക്കളും കാണിക്കണം എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു. ശ്രീ N. ശ്രീകുമാർ, ഇവിടെ സുധാകരന്റെ വീട്ടിൽ കൂടോത്രമുണ്ട് എന്ന് ആദ്യം തിരിച്ചറിയുന്നത് രാജ്മോഹൻ ഉണ്ണിത്താനാണ് സുധാകരനോട് പോയി ഇക്കാര്യം പറയുന്നത്. അപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ KPCCക്ക് ഇത്തരത്തിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഒരു നയമുണ്ടെങ്കിൽ കൂടോത്രം എന്നുള്ളത് അന്ധവിശ്വാസമാണല്ലോ പുരോഗമന സമൂഹത്തിൽ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പോയി പറയുമ്പോൾ തന്നെ സുധാകരൻ അതിനെതിരെ ഒരു നടപടി എടുക്കുക, അല്ലെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ വിലക്കുക, ഇതൊക്കെ ആയിരുന്നില്ലേ വേണ്ടിയിരുന്നത്? അതിന് പകരം രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ മാത്രയിൽ മന്ത്രവാദിയും കൂട്ടി ഒപ്പം പോകുകയായിരുന്നോ വേണ്ടിയിരുന്നത്? അല്ല, എനിക്കിതൊന്നും അറിയില്ല. നിങ്ങളിത് എവിടെ നിന്നതൊക്കെ കിട്ടിയത് എനിക്കറിയില്ല. സുധാകരൻ്റെ വീട്ടിൽ ഉണ്ണിത്താൻ പോയി, എന്നിട്ട് സുധാകരൻ കൂടി ചേർന്ന് എടുത്തു എന്നൊക്കെ ഒരു കഥയുണ്ടാക്കിയാൽ ഞാൻ എന്തായാലും ഉത്തരം പറയാം. അവിടെ നടന്നു എന്നുള്ള ഒരു വീഡിയോ ഉണ്ട്, നമ്മൾ കണ്ടു. ആ വീഡിയോയിൽ ചില സംഭാഷണങ്ങൾ കണ്ടു. അത് സുധാകരനാണെന്ന് ഉണ്ണിത്താനെന്ന് അവരുടെ ശബ്ദം കൊണ്ട് സത്യസന്ധമായി നമ്മൾ പറയുന്നു. പിന്നെ അത് എങ്ങനെ, ആര് പോയി, എവിടെ പോയി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ എൻ്റെ അസിത, അത് നിങ്ങൾ പറഞ്ഞോളൂ, എനിക്ക് വിരോധമില്ല. ഇതിൽ KPCC എന്ന പ്രസ്ഥാനത്തിന് ഒരു ബന്ധവുമില്ല. KPCC നേരത്തെ ശ്രീ കുഞ്ഞിക്കണ്ണൻ ചോദിച്ചു കോൺഗ്രസിനെ ഇങ്ങനെ തിരുത്തിക്കൂടെയെന്ന്. KPCCക്ക് ശാശ്വതമായ തീരുമാനമുണ്ടെന്ന് ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്. KPCCയുടെ തീരുമാനം ഐക്യത്തിനും അനാചാരത്തിനും അതുപോലെ പ്രാകൃത വിശ്വാസങ്ങൾക്കും ചിന്താഗതികൾക്കും എതിരാണ്. ഇവിടെ ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനാണോ K. സുധാകരനോട് പോയി പറഞ്ഞത് എന്നുള്ളത് അങ്ങ് പറഞ്ഞതുപോലെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നു. അപ്പോൾ അത് നമുക്ക് ചോദ്യമാക്കി മാറ്റി നിർത്താം. ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും ആ ദൃശ്യത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താനും ഉണ്ട്. അപ്പോൾ K. സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിൽ ഇതിനെക്കുറിച്ചൊരു സംഭാഷണം കുഴിക്കുന്നതിന് മുൻപ് നടന്നിട്ടുണ്ട് എന്നുള്ളത് യുക്തിപരമായി നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ മുൻപ് തന്നെ കൂടോത്രത്തിൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ ആളാണല്ലോ. അപ്പോൾ ആ വിശ്വാസം സുധാകരനിലേക്ക് അദ്ദേഹം പകർന്നു കൊടുത്തിട്ടാകണം ഇത് പോയി കുഴിച്ചെടുക്കുന്നത്. ഇതൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ സാധാരണ മനുഷ്യന്റെ ബുദ്ധിയാണ്, യുക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സന്ദേശം രാജ്മോഹൻ ഉണ്ണിത്താൻ സുധാകരന് കൊടുക്കുന്നുണ്ട്, കുഴിച്ചെടുക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. അപ്പോൾ അതിനു മുൻപ് ഇതൊക്കെ നടന്നിട്ടുണ്ടാകണം. ഞാൻ അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അങ്ങനെ KPCCക്ക് ഒരു അപ്പൊ KPCC കൂടോത്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നൊക്കെ ആളുകൾ ആക്ഷേപിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. KPCC പൊതുവിൽ അങ്ങനെ ഒരു വിശ്വാസമുണ്ട് എന്നും പറയുന്നില്ല. പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ വിശ്വാസമുണ്ട്. ആ വിശ്വാസം KPCC പ്രസിഡന്റ് കൂടിയായ കേരളത്തിലെ ഒരു MPയോട് പറയുന്നു. അപ്പോൾ ആ MP അതിന് കൂട്ടുനിൽക്കുകയായിരുന്നോ, അത് വിലക്കുകയായിരുന്നോ വേണ്ടിയിരുന്നത്? വിലക്കിയാൽ അങ്ങ് പറയുന്നത് പോലെ KPCCയുടെ അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള നിലപാടിന് നമ്മൾ ഒരുമിച്ച് കൈയടിച്ചേനെ. അല്ല, ഇപ്പോൾ അസിത ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. അതായത് ശ്രീ K. സുധാകരനും അതുപോലെ രാജ്മോഹൻ ഉണ്ണിത്താനും ഒക്കെ ചേർന്ന് അവരുടെ വീട്ടിൽ നിന്ന്, ഏത് വീടാണെന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണെന്നാണല്ലോ പറയുന്നത്. അവിടെ എന്താ ഇത് കൂടോത്രം കണ്ടെടുത്തു എന്നൊക്കെ പറയുന്നു. അത് വാർത്തയാകുന്നു, ശരി തന്നെ. അതിൽ അവർ തമ്മിലുള്ള വ്യക്തിപരമായ രണ്ട് കാര്യങ്ങളായിട്ടാണ് ഞാൻ ആദ്യമേ തൊട്ട് പറയുന്നത്. ഇത് KPCC അതിൽ പ്രതികരിക്കണമെങ്കിൽ ആരെങ്കിലും ഒരാൾ KPCCയിൽ പരാതി പറയണം.
അതായത് ഇങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് കൂടോത്രം കുഴിച്ചെടുത്തു, അതുകൊണ്ട് KPCC പരാതി വരേണ്ട ആവശ്യം എന്താണ്? ഇപ്പോൾ അങ്ങ് പറയുന്നത് പോലെ KPCCയുടെ പ്രഖ്യാപിത നിലപാട് ഇതാണല്ലോ. ഇവിടെ ഈ രണ്ടിൽ ഒരാൾ ആരാണ്? KPCC അധ്യക്ഷനാണ്. അപ്പോൾ ഈ കോൺഗ്രസുമായി ബന്ധമുള്ള ഒരാൾ, ഒരു MP തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുവെന്ന് അറിയുമ്പോൾ KPCC പ്രസിഡന്റ് മൂന്നാമതൊരാൾ കൊണ്ടുവരുന്ന പരാതിയുമായി കാത്തിരിക്കുകയാണോ വേണ്ടത്? അങ്ങനെ അല്ലല്ലോ ഞാൻ പറഞ്ഞത്. സാങ്കല്പിക ചോദ്യങ്ങളോട് ഞാൻ പ്രതികരിക്കില്ല. അങ്ങനെ ഞാൻ അസിത ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരവാണ് പറയുന്നത്. അതായത് സുധാകരനെ വഷളാക്കാൻ വേണ്ടി, അല്ലെ ഉണ്ണിത്താനെ വഷളാക്കാൻ വേണ്ടി ആരാണെങ്കിലും അത് സംബന്ധിച്ചിട്ടല്ല ഇങ്ങനെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് സുധാകരന് കൂടോത്ര വിശ്വാസിയാണ്. ഉണ്ണിത്താൻ പിന്നെ തുറന്നു പറഞ്ഞു, സുധാകരൻ ഇങ്ങനെ പെട്ടുപോയി, സുധാകരൻ ഭരണഘടനാപരമായ ചുമതല നിർവഹിക്കുന്നില്ല എന്നൊക്കെ ആക്ഷേപം കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് KPCCയിൽ പരാതിപ്പെടാം. അത് അദ്ദേഹം ഇനി എന്താ ചെയ്യുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ KPCC എന്ന പ്രസ്ഥാനത്തിന്, അല്ലെ അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന സുധാകരൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഒഴിച്ചാൽ ഒരു ബന്ധവുമില്ല. അപ്പോൾ KPCCക്ക് ബന്ധമില്ലാത്ത വിഷയങ്ങളിൽ KPCCയുടെ ഒരു നേതാവും ഇതിനെക്കുറിച്ച് പ്രതികരിക്കില്ല. യൂത്ത് കോൺഗ്രസ് പ്രതികരിച്ചത് നിങ്ങൾ കേട്ട് കാണും. പത്രസമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും വൈസ് പ്രസിഡന്റ് അബീൻ വർക്കി എന്താ പറഞ്ഞത്? ബൂത്തിൽ പോയി പണിയെടുക്കൂ, കൂടോത്രത്തിൻ്റെ പിന്നാലെ പോകാതെ എന്ന് പറഞ്ഞാൽ അത് ഒരു നിർദ്ദേശം, ഒരു ഉപദേശമാണ്. ആർക്ക്? KPCCക്ക്. ആ KPCC അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റേതായ നടപടിക്രമങ്ങൾ കാരണം ഒരു സംഘടനയ്ക്ക് അന്ധവിശ്വാസത്തെക്കുറിച്ചും അനാചാരത്തെക്കുറിച്ചൊക്കെ പ്രമേയം പാസ്സാക്കേണ്ടി വരും. ആ പ്രമേയം അടുത്ത KPCCയുടെ ക്യാമ്പിൽ, വയനാട്ടിൽ നടക്കുന്ന ക്യാമ്പിൽ എന്ത് പ്രമേയമാണ് വരിക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതൊരു സംഘടനാപരമായ തീരുമാനം. അസിത ചോദിച്ച ചോദ്യം ശരിയാണ്. പക്ഷേ ഇവിടെ വിഷയം അതല്ല. സുധാകരനെ ഉണ്ണിത്താനെയും തമ്മിൽ അല്ല ശ്രീ N. ശ്രീകുമാർ, അവിടെയും പ്രശ്നമുണ്ട്. ഈ സംഭവം നടന്നിട്ട് ഏകദേശം 1.5 വർഷമായിട്ടുണ്ട്. അതിനുശേഷം KPCCയുടെ എത്ര യോഗങ്ങളും ഈ പറഞ്ഞതുപോലെയുള്ള കൂട്ടായ്മകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെയൊന്നും ഇത് പ്രശ്നമായിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോഴെങ്കിലും ഇത് പൊതുസമൂഹത്തിൽ വന്നതുകൊണ്ട് ചർച്ചയായി. അല്ലെങ്കിലോ ഇനി കൂടുതൽ നേതാക്കൾ ആരൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ല. ഇല്ലാത്തവരും ഉള്ളവരും ഒക്കെ ഇതിന്റെ പങ്കാളികളാകും. അത്രേ ഉണ്ടാകുമായിരുന്നുള്ളൂ. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ അങ്ങ് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, ഇതിനെതിരെ ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസിന് എന്തുകൊണ്ടാകുന്നില്ല എന്നുള്ളത്. നോക്കൂ, കള്ളന്റെ കയ്യിൽ താക്കോൽ കൊടുത്ത അവസ്ഥയിലായി പോയി കോൺഗ്രസ് എന്നുള്ളതാണോ അതിനൊരു കാരണം? നടപടി എടുക്കേണ്ടയാളാണ് ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ഈ അന്ധവിശ്വാസത്തിന്റെ കുരുക്കിൽ പെട്ടുപോകുന്നത് പിടിച്ചതിനേക്കാൾ വലുതാണ് മാളത്തിൽ എന്ന് പറയുന്ന അവസ്ഥ. തീർച്ചയായും കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ഒരാളാണ്. കോൺഗ്രസിൻ്റെ നയമല്ലാത്ത ശ്രീകുമാർ ഇവിടെ ആവർത്തിച്ച് പറയുന്നത് എന്താണ്? കോൺഗ്രസ് അന്ധവിശ്വാസങ്ങൾക്കും പ്രാകൃതാചാരങ്ങൾക്കൊക്കെ എതിരാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കോൺഗ്രസിൻ്റെ നയത്തിൽ നിന്ന് വളരെ വിദൂരത്താണ്. RSSനെ പോലെ യജ്ഞത്തെയും യാഗത്തെയും ദുർമന്ത്രവാദത്തെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വിശ്വാസ സംഹിതയിലാണ്, അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിലാണ് കേരളത്തിലെ KPCCയുടെ അധ്യക്ഷൻ. അതുകൊണ്ട് തന്നെ KPCC അധ്യക്ഷനെ എന്താണ് ഇവിടെ അഷിത പറഞ്ഞതുപോലെ അങ്ങനെ പറയാവുന്നത് എനിക്കറിയില്ല. കള്ളൻ്റെ കയ്യിൽ താക്കോൽ കൊടുത്ത പോലെ അദ്ദേഹമാണ് KPCCയുടെ നയം നടപ്പാക്കേണ്ടത്. കേരളം പോലെ വളരെ പ്രബുദ്ധമായൊരു സമൂഹമാണ്. ഇവിടെ ജേക്കബ് ജോർജ് പറഞ്ഞല്ലോ, ഈ MA ജോണിനെയൊക്കെ. ഈ മലബാറിൽ ഈ K. സുധാകരൻ്റെ നാട്ടിലെ പ്രമുഖനായ ഒരു കോൺഗ്രസ് നേതാവ്, നെഹ്റുവിൻ്റെയൊക്കെ സമകാലീനായി ജീവിക്കുകയും നമ്മുടെയൊക്കെ കാലം വരെ ജീവിക്കുകയും ചെയ്ത ഒരാളാണ് അദ്ദേഹം, പാമ്പൻ മാധവൻ. അദ്ദേഹം ശ്രീകുമാറിന് എന്തായാലും പറഞ്ഞിരിക്കും, KPCCയുടെ എല്ലാ ക്യാമ്പുകളിലും കോൺഗ്രസിൻ്റെ എല്ലാ വിദ്യാഭ്യാസ പരിപാടികളിലും ഏറ്റവും ശക്തമായി മതനിരപേക്ഷത, യുക്തിബോധം, ശാസ്ത്രബോധം ഈ കാര്യങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കുകയും എത്രയോ എഴുതുകയും ചെയ്ത ആളാണ്. എനിക്ക് അദ്ദേഹവുമായിട്ട് വ്യക്തിപരമായി നല്ല ബന്ധമുള്ള ആളായിരുന്നു. അദ്ദേഹം കോൺഗ്രസിനകത്തെ മതനിരപേക്ഷ നിലപാടുകൾ, സെക്കുലർ പൊസിഷൻ ഉയർത്തിപ്പിടിക്കുന്നതിൽ നെഹ്റുവിയൻ പാരമ്പര്യത്തെ, പ്രത്യേകിച്ച് സയൻറ്റിഫിക് ടെമ്പറൊക്കെ വളരെ പ്രധാനമായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചു പോയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു തലമുറ മാറുമ്പോൾ എന്താണ്, സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ അജണ്ടയുമായി ആശയപരമായി പലതും പങ്കുവെക്കുന്ന ആളുകൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് വരികയാണ്. അങ്ങനെ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അവരിത്തരം ദുർമന്ത്രവാദം നടത്തും, കൂടോത്രം നടത്തും. ആര് ചോദിക്കാൻ, ആര് പറയാൻ? എന്ത് വയനാട്ടിലെ ക്യാമ്പിൽ എന്ത് പ്രമേയമാണ് വരാൻ പോകുന്നത്? ഇവിടെ വിഷയം എന്താണ്? ഈ കാര്യം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ വന്നിരിക്കുക, കേരളത്തിലെ എല്ലാ ചാനലുകളും ചർച്ച ചെയ്യുക. പൊതുജനാഭിപ്രായ മണ്ഡലത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ കോൺഗ്രസ് ഔദ്യോഗികമായി ഇവിടെ ശ്രീകുമാർ പറഞ്ഞതുപോലെ ഇത് കോൺഗ്രസിൻ്റെ നയമല്ല, കോൺഗ്രസിന് ഇങ്ങനെ ഒരു നിലപാടില്ല എന്ന് പറയണ്ടേ? അത് പറയേണ്ട ആളാരാണ്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം K. സുധാകരനാണ്, PCCയുടെ അധ്യക്ഷനാണ്. അദ്ദേഹം എന്തുകൊണ്ട് പറയുന്നില്ല? അദ്ദേഹത്തെ തിരുത്താൻ
ദേശീയ നേതൃത്വം മുന്നോട്ട് വരുമോ? ഇവിടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ മലയാളി കൂടിയാണ്, അദ്ദേഹം കണ്ണൂർക്കാരൻ കൂടിയാണ്. അദ്ദേഹത്തിന് തിരുത്തിക്കൂടെ? എന്തുകൊണ്ട് കോൺഗ്രസ് തിരുത്തുന്നില്ല എന്ന് ചോദിച്ചാൽ, വോട്ട് കിട്ടുമെങ്കിൽ കൂടോത്രവുമാകാം. ഇതാണ് യൂത്ത് കോൺഗ്രസ്സുകാരുടെ നിലപാട്. കൂടോത്രം കൊണ്ട് വോട്ട് കിട്ടില്ല, അത് ബൂത്ത് തന്നെ പോകണം, ബൂത്ത് തലത്തിൽ പോകാം, വോട്ട് കിട്ടുമെങ്കിൽ കൂടോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിരഹിതമായ ഇത്തരം അന്ധവിശ്വാസങ്ങളോടും അനാചാരങ്ങളോടും അങ്ങേയറ്റം വിട്ടുവീഴ്ചാപരമായ സമീപനം സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് ഇന്നത്തെ കോൺഗ്രസ്സിന് കേരളത്തിലുള്ളത്. തീർച്ചയായിട്ടും ശ്രീകുമാറിനെ പോലുള്ള ആളുകൾ അത് തിരുത്തിക്കണം. അതിനുവേണ്ടി കോൺഗ്രസ്സിനകത്തും പുറത്തും ശക്തമായ നിലപാടുകൾ ഉന്നയിച്ച് സമരം വളർത്തണം. നമ്മുടെ ഈ ചർച്ചയൊക്കെ രാജ്യത്തെ ഏറ്റവും വലിയ മതനിരപേക്ഷ പാർട്ടിയായിരിക്കുന്ന കോൺഗ്രസ് എത്തപ്പെട്ട ഈ മതനിരപേക്ഷ നിലപാടുകളിൽ നിന്ന്, യുക്തിബോധത്തിൽ നിന്നുള്ള അവരുടെ അപജയത്തെ തിരുത്താൻ സഹായകരമായ ഒരു പ്രേരണയായിട്ട് മാറണമെന്നാണ് ഞാൻ കാണുന്നത്. ശ്രീകുമാർ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചു, അന്ധവിശ്വാസം, ഇലന്തൂർ സംഭവത്തിന് ശേഷം അന്ധവിശ്വാസങ്ങളെ നിരോധിക്കുന്ന നിയമം, ആ ബില്ല് റെഡിയാണ് ഓൾറെഡി. എനിക്ക് തോന്നുന്നത് വളരെ വൈകാതെ തന്നെ അത് അവതരിപ്പിക്കും. പക്ഷേ അത്തരം ഒരു ബില്ല് തയ്യാറാക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം അതിനോട് എന്ത് നിലപാടെടുക്കും? പ്രത്യേകിച്ച് കേരളം പോലുള്ള സമൂഹത്തിലെ ഗോത്ര സമൂഹങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുടെ നിയന്ത്രണം എങ്ങനെയായിരിക്കും? എന്തൊക്കെയാണ് അന്ധവിശ്വാസങ്ങൾ, എന്തൊക്കെയാണ് അനാചാരണങ്ങൾ, അത് ദുരുപയോഗം ചെയ്യപ്പെടുകയോ? ഇങ്ങനെ നിരവധി വിഷയങ്ങൾക്ക് വ്യക്തത വരുത്തലുണ്ട്. ആ വ്യക്തത വരുത്തി ആ ബില്ല് ഇപ്പോൾ എന്താണ് വളരെ കൃത്യമായി പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ആ ബില്ല് നടപ്പാക്കും. പിന്നെ മറ്റൊരു കാര്യം, CPM പാലക്കാട് പ്ലീനത്തിൽ മുന്നോട്ട് വെച്ച ഈ ഇത്തരം തിരുത്തലുകളൊക്കെ നടക്കുന്നു. തീർച്ചയായിട്ടും CPM പോലുള്ളൊരു പാർട്ടിക്കകത്ത് മതവിശ്വാസവും വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും ആരാധനയും ഒക്കെ എല്ലാ വ്യക്തികൾക്കും ഉറപ്പുവരുത്തുക എന്നുള്ളത് അതിൻ്റെ നിലപാട്. അതോടൊപ്പം തന്നെ എന്താണ്, വിശ്വാസത്തിൻ്റെ പേരിൽ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, വിശ്വാസത്തിൻ്റെ പേരിൽ അന്ധവിശ്വാസങ്ങൾ, പ്രാകൃതാചാരങ്ങൾ, ആഭിചാരക്രിയകൾ, ഇതിനെ ഞങ്ങൾ വളരെ ശക്തമായ രീതിയിൽ തന്നെ ഞങ്ങളുടെ സംഘടനക്കകത്ത്, ബഹുജന പ്രസ്ഥാനത്തിനകത്ത് നിരന്തരമായ, ശ്രീകുമാറിന് അറിയാത്ത കാര്യമായിരിക്കില്ല, എല്ലാ സർവീസ് സംഘടനകളുടെയും എല്ലാ വർഗ ബഹുജന പ്രസ്ഥാനങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഇത് നല്ല വിദ്യാഭ്യാസപരമായി ഈ കാര്യത്തിൽ സംഘടനക്കകത്ത്, സംഘടനാ പ്രവർത്തകർക്കകത്ത് നല്ല സയൻറ്റിഫിക് നമ്പർ ഉണ്ടാക്കാനും യുക്തിബോധം ഉണ്ടാക്കാനുമാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അയുക്തികതയാണ് ഫാസത്തിന് വേറിറങ്ങാനുള്ള മണ്ണൊരുക്കി കൊടുക്കുന്നത് എന്ന കാര്യം വളരെ കൃത്യമായി ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ബഹുജന വിഭാഗങ്ങളെ പഠിപ്പിക്കുന്നതിൽ CPM ഒരു ഘട്ടത്തിലും എന്താണ് ഒരു ഇടവേള കൊടുത്തിട്ടില്ല, ഒരു ഇൻ്റർവെല്ല് കൊടുത്തിട്ടില്ല. ഈ കാര്യങ്ങൾ ഏറ്റവും ശക്തമായി മതനിരപേക്ഷ ശക്തികൾ ഒരു ബഹുജന വിദ്യാഭ്യാസ പരിപാടിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഉണ്ണിത്താൻ്റെയും KPCC അധ്യക്ഷനായിരിക്കുന്ന സുധാകരൻ്റെയും ഒക്കെ ഈ കൂടോത്ര വിശ്വാസം സൂചിപ്പിക്കുന്നത്. ആ കൂടോത്ര വിശ്വാസം ഒരു നിമിത്തമാകട്ടെ അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ എന്നാണ് ഞാൻ കാണുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, അവസാനത്തെ ഒരു മിനിറ്റ്. ഇതുവരെയുള്ള അങ്ങയുടെ നിരീക്ഷണം വെച്ച്, കോൺഗ്രസിനെ മനസ്സിലാക്കിയിട്ടുള്ളത് വെച്ച്, ഇനിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ ഇത് ഞങ്ങളുടെ നിലപാടല്ല, ഞങ്ങൾ ഇതിനെ തള്ളിക്കളയുന്നു എന്ന് പറയാൻ തയ്യാറാകുമോ? നമ്മൾ ഇവിടെ ആവർത്തിച്ച് പറഞ്ഞതുപോലെ സുധാകരനെതിരെ കൂടോത്രം ചെയ്തത് രാജ്മോഹൻ ഉണ്ണിത്താൻ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നുള്ള മറ്റൊരാളാകണം. അപ്പോൾ ആ ആൾ ഇതിനുള്ളിലുണ്ട്, ആ ആൾക്ക് മിണ്ടാൻ സാധിക്കുമോ? ആ ആളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മറ്റുള്ളവർക്ക് മിണ്ടാൻ സാധിക്കുമോ? അല്ല, എനിക്ക് പറയാനുള്ളത് KPCC അധ്യക്ഷൻ സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യും വിചാരിച്ചാലൊന്നും കോൺഗ്രസിൻ്റെ ആ ഘടനയെ, അതിൻ്റെ ചിന്താഗതിയെ, അതിൻ്റെ വിശ്വാസത്തെ, അതിൻ്റെ കാഴ്ചപ്പാടിനെ, അതിൻ്റെ നിലപാടിനെ മാറ്റാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. യാതൊരു സംശയമില്ല. അവർക്ക് ഇപ്പം തന്നെ കേരള സമൂഹത്തിൽ തന്നെ അവരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ചർച്ച, മറ്റ് ചാനലുകളിൽ നടക്കുന്ന ചർച്ച, പത്രങ്ങളിൽ വരുന്ന റിപ്പോർട്ട്, മറ്റനേകം സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന വാർത്തകൾ ഒക്കെയും ഈ നേതാക്കന്മാരുടെ വിശ്വാസ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അത് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ രണ്ട് നേതാക്കന്മാരും നാളെ കോൺഗ്രസ് ഇങ്ങനെ ചിന്തിക്കണം, ഇതേ വഴിക്ക് വരണം എന്ന് പറയാനുള്ള അധികാരം നഷ്ടപ്പെട്ടവരാണ്, സംശയമൊന്നുമില്ല. സന്തോഷമുള്ള കാര്യം, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ വളരെ ഭവ്യതയോടെ പറഞ്ഞു, ശ്രീകുമാർ വളരെ ശക്തമായിട്ട് പറഞ്ഞു കൂടോത്രത്തിനെതിരെ ഇത് കള്ളത്തരമാണ് എന്ന് പറയാനുള്ള ധൈര്യം ശ്രീകുമാർ ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ വന്ന് പറയാൻ ധൈര്യം കാണിച്ചു. തീർച്ചയായിട്ടും അതുപോലെ അതാണ് കോൺഗ്രസിൻ്റെ ജനുസ്, കോൺഗ്രസിൻ്റെ ജീൻ, കോൺഗ്രസിൻ്റെ സംസ്കാരം, ശ്രീകുമാറിൻ്റെ ചിന്ത തന്നെയാണ് എന്ന് ആവർത്തിക്കാനും ഞാൻ ശ്രമിക്കുക. ക്ഷമിക്കണം ശ്രീ എൻ ശ്രീകുമാർ, സമയപരിമിതി ഉണ്ട്. ഞാൻ ചുരുക്കിക്കോട്ടെ, ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഒരു 10 സെക്കൻഡ്. അല്ല, ശ്രീ കുഞ്ഞിക്കണ്ണൻ ഇവിടെ പറഞ്ഞത് ഈ ബില്ലിനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് എന്താ നിലപാട് സ്വീകരിക്കാൻ ചോദിച്ചില്ലേ? ആ ബില്ല് ആദ്യം പൈലറ്റ് ചെയ്തത് രമേശ് ചെന്നിത്തലയാണ്. എന്താ സംശയമുള്ളതിന്?
പിന്നെ ശ്രീ കുഞ്ഞിക്കണ്ണൻ ഒരു കാര്യം മനസ്സിലാക്കൂ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിന് ശേഷം CPM-ൻ്റെ വിലയിരുത്തലിൽ ഈഴവ വോട്ട് പോയി, ക്രിസ്ത്യൻ വോട്ട് പോയി എന്നൊക്കെയാണ് കണക്കുകൾ വന്നത്. അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്നതാണോ? അല്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ജാതീയമായി വോട്ടുകളെ തരംതിരിച്ചു എന്നുള്ളതൊക്കെ ചർച്ചാ വിഷയമാക്കണം. അതൊക്കെ കൂടോത്രത്തിൻ്റെ ഒരു പരിധിയിൽ വരുന്നത് അല്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. ശരി ശരി. KT, ഈഴവയും ഈഴവ എന്ന് പറയുന്നതൊക്കെ കൂടോത്രത്തിന്റെ പരിധിയിൽ വരുമോ? വേഗം സമയം പോയെങ്കിലും KT. അല്ല, അത് ശ്രീകുമാർ മനസ്സിലാക്കേണ്ടത് ആ റിപ്പോർട്ടിൽ CPM-ൻ്റെ റിപ്പോർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ശ്രീകുമാർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. BJP-യുടെ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായിട്ട് ഈഴവ സമുദായം ഉൾപ്പെടെയുള്ള പരമ്പരാഗത ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിന്ന വിഭാഗങ്ങളിൽ വോട്ട് ഷിഫ്റ്റിംഗ് ഉണ്ടായി. ആ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. BJP-യുടെ സോഷ്യൽ എഞ്ചിനീയറിംഗിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ലാതെ ഞങ്ങളൊരു വിശകലനം ഈഴവ മറ്റേ മുസ്ലിം എന്നുള്ളതല്ല. BJP സാമൂഹ്യമായി ഒരു എഞ്ചിനീയറിംഗ് പദ്ധതിയുടെ ഭാഗമായിട്ട് തങ്ങളുടെ ഹിന്ദുത്വത്തിന് അനുകൂലമായി ഇവിടുത്തെ ജാതി സംവിധാനത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം അതുകൊണ്ട് ഞാൻ ഇടപെടുന്നു. അപ്പോൾ ശ്രീകുമാർ, ആ BJP-യുടെ അത്തരം സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി കോൺഗ്രസ് കൂടി മാറുന്നുണ്ട്, കോൺഗ്രസ് അറിയാതെ അതിനൊപ്പം സഞ്ചരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് അയോധ്യയിലേക്ക് കല്ലയച്ചു എന്ന കോൺഗ്രസ് നേതാക്കൾ ആർജവത്തോട് കൂടി പറയുന്നതും ഇത്തരത്തിൽ കൂടോത്രം പരസ്പരം ചെയ്യുന്നതും. വളരെ നന്ദി ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ജേക്കബ് ജോർജ്, N. ശ്രീകുമാർ, ന്യൂസ് ആൻഡ് വ്യൂസിൽ സഹകരിച്ചതിന്.